warm good evening to one and all present here. അപ്പോൾ നമ്മുടെ ഓറിയന്റേഷൻ OP 9.0 ഇഗ്നൈറ്റ് ഇന്നോവേറ്റ് ഇന്റഗ്രേറ്റിന്റെ നമ്മുടെ ഫോർത്ത് സെഷൻ ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. നാവിഗേറ്റിംഗ് ദ ലേൺ വൈസ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുന്ന ഈ ഒരു സെഷൻ ആണ് നമ്മൾ ഇപ്പൊ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഓൺ ബിഹാഫ് ഓഫ് ഓൾ ദ പീപ്പിൾ ഓഫ് ലേൺ വൈസ് ഞാൻ ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും വെൽക്കം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സെഷന് വേണ്ടിയിട്ട് നിങ്ങളെ അഡ്രസ് ചെയ്ത് സംസാരിക്കാനായിട്ട് നമ്മുടെ കൂടെ നമ്മുടെ പ്രൊപ്പൈസിന്റെ CEO ആയിട്ടുള്ള അഭയ് സാർ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഈ സെഷന് നിങ്ങളെ അഡ്രസ് ചെയ്യാനായിട്ട് SSCs ആയിട്ടുള്ള വർഷ, അമീറ ആൻഡ് നമ്മുടെ എക്കണമിക് കോർഡിനേറ്റർ ആയിട്ടുള്ള ഷംനയും കൂടെ ഉണ്ട്. അപ്പോ എല്ലാവരെയും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഓവർ ടു യു അഭയ് സാർ. അപ്പം എനിക്കൊന്ന് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കരുതുന്നത്. സോ നമുക്കൊട്ടും ഡിലേ ഇല്ലാതെ തന്നെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഉണ്ട് സാർ, കാണുന്നുണ്ട് സാർ. ഓക്കെ, ഗ്രേറ്റ്. സോ ഐ ആം അഭയ് ആൻഡ് ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ലേൺ വൈസ് എന്നുള്ളത് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്. അപ്പൊ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ നിങ്ങൾ അറിയാനിടയായിട്ടുള്ള ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതുകൂടാതെ മറ്റു പല രീതിയിലും നിങ്ങൾ കേട്ടറിഞ്ഞിട്ടും അതിലെ യൂട്ടിലിറ്റി മനസ്സിലാക്കിയിട്ടുമാണ് ലേൺ വൈസിനോടൊപ്പം ചേർന്നത് എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അപ്പം ഇതിൽ തന്നെ ഒരുപക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇപ്പൊ ലേൺ വൈസിനെ ഇൻസ്റ്റഗ്രാമിലൂടെ ആയിരിക്കാം. ഇൻസ്റ്റഗ്രാം മാത്രം ഫോളോ ചെയ്യുന്നവരുണ്ടാവും. മറ്റു ചിലർ അറിഞ്ഞിരിക്കുന്നത് ഫേസ്ബുക്കിലൂടെ ആയിരിക്കാം. ഇനി വലിയൊരു വിഭാഗം ആൾക്കാർ അറിഞ്ഞിട്ടുള്ളത് യൂട്യൂബിലൂടെ ആയിരിക്കും. അപ്പൊ നമുക്കുള്ള എല്ലാ പ്ലാറ്റ്ഫോംസും വളരെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തുക, അതിനെ എങ്ങനെ അതിന്റെ പരമാവധി നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു കാര്യവുമായിരിക്കും പ്രധാനമായിട്ടും ഈ ഒരു സെഷൻ നമ്മൾ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട നമ്മുടെ കാര്യങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മുടെ ആപ്പ് എങ്ങനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാം, ഓരോ കണ്ടന്റും ആക്സസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിലെ കോണ്ടന്റ് എങ്ങനെ ഇരിക്കുമെന്നുള്ള കാര്യവും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിന്റെ കൂടെ തന്നെ ലൈവായിട്ട് ഞാൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഞാൻ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ഫോണിൽ. അതിലേതെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും സ്വയം ഫോൺ എടുത്ത് ഈ പറയുന്ന സ്റ്റെപ്സിലൂടെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കാണിക്കുന്ന ഓരോ കോണ്ടന്റും നിങ്ങൾക്കും കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ അതിൻ്റെ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ ഉണ്ടാവും. പിന്നെ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലും എന്തൊക്കെ ടൈപ്പ് കോണ്ടന്റ് ആണ് വരുന്നത്, അതെങ്ങനെ നിങ്ങൾക്ക് അതിന്റെ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ യൂസ് ചെയ്യാം എന്നുള്ളതും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ അങ്ങനെ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത്, നമ്മുടെ ആപ്പ് എല്ലാവരും തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും. ഒന്ന് കമന്റ് ചാറ്റിൽ അറിയിക്കാവോ? എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാറ്റ് പറയണേ. ആൻഡ്രോയിഡും അതുപോലെ തന്നെ iOS നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആരെങ്കിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ദയവായി നിങ്ങളുടെ മെന്റേഴ്സിനെയും അതുപോലെ തന്നെ SSCയെയും കണക്ട് ചെയ്യുക. വളരെ എളുപ്പത്തിൽ ലേൺ വൈസ് ആപ്പ് നിങ്ങൾക്ക് ആൻഡ്രോയിഡിലും അതുപോലെ തന്നെ iOSലും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് ഞാൻ വഴിയെ കാണിക്കുന്നതായിരിക്കും. രണ്ടാമത്തത് അക്കൗണ്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ളത് നമ്മൾ നോക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി സംസാരിക്കും. മൂന്നാമത്തത് ട്രബിൾ ഷൂട്ടിംഗ് ടിപ്സ് ആണ്. അപ്പൊ ട്രബിൾ ഷൂട്ടിംഗ് ടിപ്സ് നമ്മൾ ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം ചില സമയത്ത് ആപ്പ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പക്ഷേ കോണ്ടന്റ് ചിലപ്പം കുറച്ച് ലാഗ് ആയിട്ടോ അല്ലെങ്കിൽ അത് ഒരു വിദൂര സാധ്യത മാത്രമാണ്. എന്നിരുന്നാലും അത് വരുന്ന സമയത്ത് നിങ്ങളൊന്ന് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് വേഗം മെന്റേഴ്സിനെ കണക്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. സോ ഇനി സമയം കളയാൻ നമുക്ക് എങ്ങനെയാണ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാന്നുള്ളത് നോക്കാം. ലേൺ വൈസ് ആപ്പ് നിങ്ങൾ ഒരിക്കലും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ട് സൈൻ ഇൻ ചെയ്യുന്നതിനായിട്ട്. ഓക്കെ, സോ പറഞ്ഞു വന്നത്, നിങ്ങൾക്ക് ആപ്പ് 3 രീതിയിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതിൽ ആദ്യത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പ് വഴി ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ ഏറ്റവും പെട്ടെന്നും അതുപോലെ കുറച്ചുകൂടെ ഈസി ആയിട്ടും നിങ്ങൾക്ക് കുറെ കൂടെ യൂസ്ഡ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അവിടെ അതർ മെത്തേഡ്സ് വന്നിട്ട് അതിന്റെ തൊട്ട് താഴെയായിട്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പൊ അതിൽ നിങ്ങൾക്ക് ഫോൺ നമ്പറും സെലക്ട് ചെയ്യാം, മെയിൽ ഐഡിയും സെലക്ട് ചെയ്യാം. ഇതിൽ ഫോൺ നമ്പർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഫോൺ നമ്പറിലേക്ക് ഒരു 4 അക്ക OTP വരികയും ആ 1 ടൈം പാസ്വേഡ് നിങ്ങൾക്ക് എൻ്റർ ചെയ്ത് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ഇമെയിൽ ID വെച്ചാണ് നിങ്ങൾ ആക്സസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പെർട്ടിക്കുലർ ഇമെയിൽ ID നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഈ കാണുന്നതാണ്. ഇത് മെയിൽ ID വെച്ച് സൈൻ ഇൻ ചെയ്യുന്നതാണ്. ഈ മൂന്നാമത് കിടക്കുന്ന ഇമേജ്
നിങ്ങളുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. അതിലേക്ക് ആ ഒരു പെർട്ടിക്കുലർ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു 4 അക്ക കോഡ് വരും. ആ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് നിങ്ങൾ ഇതിലേക്ക് സൈൻ ഇൻ ചെയ്യുക, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ. അപ്പം ഫോൺ നമ്പർ യൂസ് ചെയ്തും ഇമെയിൽ ഐ ഡി യൂസ് ചെയ്തും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ലേൺവൈസ് ആപ്പിലേക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇനി യൂസർ പ്രൊഫൈൽ എങ്ങനെ ഉണ്ടാവും, എങ്ങനെയായിരിക്കും, നിങ്ങളൊക്കെ ലേണേഴ്സ് ആണ്. അപ്പൊ ലേണേഴ്സിന്റെ യൂസർ പ്രൊഫൈൽ എങ്ങനെയായിരിക്കും, ഓരോ കോഴ്സിലേക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം, അതുപോലെ തന്നെ അസൈൻമെന്റ് ഗൈഡ് ബുക്കും പേയ്മെന്റ് മാനേജ്മെന്റും. അസൈൻമെന്റ് ഗൈഡ് ബുക്കിനെ പറ്റി വളരെ വിശദമായിട്ട് റൈസർ പറഞ്ഞു തരുന്നതായിരിക്കും. പേയ്മെന്റ് മാനേജ്മെന്റിൽ എങ്ങനെയാണ് നിങ്ങൾ ഇപ്പം ഫുൾ പേയ്മെന്റ് ആയിട്ട് വന്നിട്ടുള്ള ലേണേഴ്സ് ആണെങ്കിൽ അവർക്ക് ഇനി പേയ്മെന്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കില്ല. അതേ സ്ഥാനത്ത് ഇൻസ്റ്റാൾമെന്റ് കേസ് ആണെങ്കിൽ നമുക്ക് ആപ്പിന്റെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾ കോഴ്സിൽ എൻറോൾ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസുമായി മുന്നോട്ട് പോകുമ്പോൾ തന്നെ നിങ്ങളുടെ ആപ്പിന്റെ താഴെയായിട്ട് ഹോം പേജിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് പേ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് അതിന്റെ പ്രൊസീജിയേഴ്സുമായിട്ട് മുന്നോട്ട് പോയാൽ മതിയാവും. അപ്പം ആദ്യം തന്നെ നമുക്ക് യൂസർ പ്രൊഫൈൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അതിന്റെ ഇമേജിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു കോഴ്സ് ആക്സസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു കോഴ്സ് പെർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്താലും ഫോൺ നമ്പർ വെച്ച് ലോഗിൻ ചെയ്താലും ഇങ്ങനെയാണ് അതിന്റെ ഒരു ഇന്റർഫേസ് ഉണ്ടാവുക. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ടോപ്പിലായിട്ട് ഹോമിന്റെ ഓപ്ഷൻ കാണാം, ബിക്കോസ് ഇത് ഹോം ഓപ്ഷൻ ആണ്. ഇനി അതിന്റെ കൂടെ തന്നെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് പർച്ചേസ് കോഴ്സസ്. കാണാൻ പറ്റുന്നില്ലേ? അപ്പൊ നിങ്ങൾ ഏത് കോഴ്സാണോ പെർച്ചേസ് ചെയ്തത് ആ കോഴ്സ് അവിടെ വന്നിട്ടുണ്ടാവും. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ താഴെ മറ്റു കോഴ്സുകൾ കാണാം, പക്ഷെ നമ്മളെ സംബന്ധിച്ച്, ലേണറിനെ സംബന്ധിച്ച് ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പൊ ഈ പെർച്ചേസ് കോഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു തുടങ്ങുന്നതിനായിട്ടും മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനായിട്ടും സ്റ്റാർട്ട് ലേണിംഗിലേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ അത് ക്ലിക്ക് ചെയ്താൽ മതിയാവും. അങ്ങനെ നമ്മൾ ഒരു കോഴ്സിലേക്ക് കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റാർട്ട് ലേണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു വിൻഡോയാണ് ഫസ്റ്റ് കാണുന്നത്. ഓക്കെ, അതിൽ ഓവർവ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം അതിന്റെ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ഓവർവ്യൂ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റുന്നുണ്ട് എന്ന് എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് ഓവർവ്യൂ എടുത്തു കഴിഞ്ഞാലുള്ള മെച്ചം, നിങ്ങൾക്ക് ഒരു കോഴ്സിലേക്ക് എൻറോൾ ചെയ്യുന്ന സമയത്ത് ആ കോഴ്സിൽ എന്തൊക്കെയാണ് പഠിക്കാനുണ്ടാവുക, അതിന്റെ സിലബസും, അതിൽ ആ ഒരു വർഷം, അടുത്ത വർഷം, അല്ലെ ആ സെമസ്റ്ററിൽ, അടുത്ത സെമസ്റ്ററിലൊക്കെ ആയിട്ട് ഏതൊക്കെ പേപ്പേഴ്സ് പഠിക്കാനുണ്ടാവും, എന്തൊക്കെ കോണ്ടന്റ് ആണ് കവർ ചെയ്യേണ്ടി വരിക എന്നുള്ള കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് അവിടുന്ന് കിട്ടുന്നതാണ്. ഇപ്പോൾ എബൌട്ട് ദിസ് കോഴ്സ് എന്നുള്ള ഓപ്ഷൻ അതിന്റെ തൊട്ട് താഴെയായിട്ട് ഓവർവ്യൂവിന്റെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ എബൌട്ട് ദിസ് കോഴ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നാവിഗേറ്റ് ചെയ്യുമ്പോൾ ലൈവായിട്ട് കാണിച്ചു കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെയാണ് കാണാൻ സാധിക്കുക എന്നുള്ളത്. അപ്പൊ അതിൽ കോഴ്സിനെ പറ്റിയുള്ള ഫുൾ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇനി അതിനകത്തേക്ക് പോകാനൊന്നും തന്നെ നമുക്കൊരു ഓപ്ഷൻ ഇല്ല. നമ്മൾ ആ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി പിന്നീട് നമുക്കുള്ളത് രണ്ടാമത് കിടക്കുന്ന ഓപ്ഷനാണ്, വിച്ച് ഈസ് കോണ്ടന്റ്. അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. കോണ്ടന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനകത്താണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള കംപ്ലീറ്റ് മെറ്റീരിയൽസ് ഉണ്ടാവുക. അപ്പൊ ആ കംപ്ലീറ്റ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ അത് ഇഗ്നോയിൽ എങ്ങനെയാണോ നിങ്ങൾക്ക് ലെസൺസ് വരുന്നത് അതുപോലെ തന്നെ ബ്ലോക്സ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആ ബ്ലോക്സിനകത്ത് ഓരോരോ യൂണിറ്റും, ആ യൂണിറ്റിനകത്ത് അതിനാവശ്യമായുള്ള കോണ്ടന്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഇത് ഓരോരോ ബ്ലോക്സ് ആയിട്ടാണുള്ളത്. അതിനകത്ത് എങ്ങനെയാണ് ഓരോ യൂണിറ്റ് ആയിട്ടും ആ യൂണിറ്റിനകത്തുള്ള കണ്ടന്റും നമ്മൾ വൈകാതെ കാണിക്കുന്നതായിരിക്കും. മൂവിങ് ഓൺ. അപ്പൊ ഇത് ലൈവ് ഡെമോൺസ്ട്രേഷൻ ആണ്. നമ്മളിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിന്ന് കാണിച്ചു തരാൻ പറ്റും. അപ്പൊ കോഴ്സിലേക്ക് വരുമ്പം ഏറ്റവും ടോപ്പിൽ കാണാൻ പറ്റുന്നില്ല, പെർച്ചേസ് കോഴ്സ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. താഴേക്കുള്ളത് നമുക്ക് വേണമെങ്കിൽ ഇനിയും എടുക്കാൻ പറ്റുന്ന കോഴ്സുകളാണ്, പക്ഷെ നമ്മൾ പെർച്ചേസ് ചെയ്ത കോഴ്സാണ് ഇപ്പൊ കാണുന്നത്. അതിൽ സ്റ്റാർട്ട് ലേണിംഗ് കൊടുത്തു കഴിഞ്ഞാൽ ഓവർവ്യൂവിലേക്ക് എത്തും. ഓവർവ്യൂവിൽ കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ എബൌട്ട് ദിസ് കോഴ്സ് ഉണ്ട്. റീഡ് മോർ കൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രോഗ്രാമിനകത്ത് വരുന്ന ഓരോ സെമസ്റ്ററിലെയും വ്യത്യസ്ത പേപ്പേഴ്സ് ഏതാണെന്നുള്ളത് വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. സെമസ്റ്റർ 1 പേപ്പേഴ്സ് ആണ് ഈ കാണുന്നത്. സെമസ്റ്റർ 2 എത്തിയിട്ടുണ്ട്. ഓക്കെ, അത് ഫസ്റ്റ് ഇയർ ആയതുകൊണ്ട് 2 സെമസ്റ്ററിന്റെ കാര്യങ്ങളും അതിനകത്ത് വരുന്ന ഫീച്ചേഴ്സ് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. സ്പെഷ്യൽ ഫീച്ചേഴ്സ് കൊടുക്കുന്നുണ്ട്. മറ്റു വിവരങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്യേണ്ട നമ്പറും അതിൽ കാണാൻ പറ്റും. അങ്ങനെ അത് കഴിഞ്ഞ് കോണ്ടന്റിലേക്ക് വരുമ്പം നിങ്ങൾക്ക് അവിടെ സെമസ്റ്റർ 1ഉം സെമസ്റ്റർ 2ഉം 2 സെമസ്റ്ററിലേക്കുള്ള കോണ്ടന്റുകൾ ഓൾറെഡി അതിലുണ്ട്. മാനേജ്മെന്റ് ഫങ്ഷൻസ് ആൻഡ് ഓർഗനൈസേഷണൽ പ്രോസസ്സസ്, ഇതൊരു ബ്ലോക്ക് ആണ്. ഈ ബ്ലോക്കിനകത്ത് ഇതൊരു
പേപ്പറാണ്. ഈ പേപ്പറിനകത്ത് വരുന്ന വ്യത്യസ്ത ബ്ലോക്കുകളാണ് നിങ്ങൾ കാണുന്നത്. 4 ബ്ലോക്ക് ഉണ്ട്. ഈ ആ ബ്ലോക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ 3 യൂണിറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഇഗ്നോയിൽ ഇങ്ങനെ തന്നെയാണ് കറക്റ്റ് ആയിട്ട്. സോ ഞാൻ കുറച്ചുകൂടെ ഒച്ചകൂട്ടി പറയാം എന്തായാലും. അപ്പൊ 3 യൂണിറ്റ് ഉണ്ട്. ആ 3 യൂണിറ്റിൽ ഒരു യൂണിറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ആ യൂണിറ്റിന് വേണ്ട വീഡിയോ ലെക്ചർ കാണാൻ പറ്റും, അതിന് ഉള്ളൊരു ടെസ്റ്റ് കാണാൻ പറ്റും, അതുപോലെ സെൽഫ് ലേണിംഗ് മെറ്റീരിയലും പിന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡും നിങ്ങൾക്ക് കാണാം. അപ്പം ഓരോ യൂണിറ്റിലും അതുപോലെ ഓരോ ബ്ലോക്കിലും ഇങ്ങനെ വ്യത്യസ്ത യൂണിറ്റുകളും ഓരോ യൂണിറ്റിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ വീഡിയോ ലെക്ചറും ടെസ്റ്റും SLM അതുപോലെ എക്സാം സ്പെഷ്യൽ ഗൈഡും എല്ലാം തന്നെ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഈ രീതിയിലാണ് നമ്മുടെ ഓരോ കോണ്ടന്റും ആപ്പിൽ നിന്ന് ആക്സസ് ചെയ്യേണ്ടത്. അപ്പൊ അത് ക്ലിയർ ആയിട്ടുണ്ടാവും എന്നാണ് കരുതുന്നത്. സോ ആപ്പിന്റെ ഡെമോൺസ്ട്രേഷൻ അതോടുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയായി ഇൻവൈറ്റ് റെയ്സാർ ഈ കോർ ലേണിംഗ് റിസോഴ്സസും അതുപോലെ നമ്മുടെ ലേൺവൈസിലെ ടൂൾസും എക്സ്പ്ലെയിൻ ചെയ്ത ശേഷം നമ്മൾ ബാക്കി നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ പരിചയപ്പെടുത്തുക, അല്ലെങ്കിൽ അതിലേക്ക് കൂടുതലായിട്ട് കടക്കുന്നതായിരിക്കും. ഹായ് എവ്രി വൺ, ഗുഡ് ഈവനിങ്. സോ അഭയ് സാറ് ഇപ്പം ലേൺവൈസിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അപ്പൊ ആപ്പ് എങ്ങനെയാണ് ആക്സസ് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ആപ്പിൽ സൈൻ ഇൻ ചെയ്യേണ്ടത്, അതിൽ നിന്ന് എങ്ങനെയാണ് നാവിഗേറ്റ് ചെയ്യേണ്ടതെന്ന്. എസ്പെഷ്യലി നിങ്ങൾ റൈറ്റ് കോഴ്സ് എടുത്തിട്ട് അത് പർച്ചേസ്ഡ് സെക്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഓരോ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുക എന്നുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ അതിൽ വീഡിയോ ലെക്ചേഴ്സ് നിങ്ങൾ കണ്ട് ഇനി നമുക്ക് ലേൺവൈസ് പ്രൊവൈഡ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള റിസോഴ്സസ് ഉണ്ട്. അപ്പൊ അത് 1 by 1 ആയിട്ട് ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് തന്നെ കാണിച്ചു തരാം. അപ്പം ഇവിടെ ഉള്ളത് നമ്മുടെ ഫസ്റ്റ് ആയിട്ട് വരുന്നത് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് വരുന്ന നോട്ടാണ്. അപ്പൊ നോട്ടിൽ 2 തരം നോട്ട് നമുക്കുണ്ട്. ഒന്ന് ഇഗ്നോ ഹെൽപ്പ് ബുക്ക് എന്നുള്ളതും പിന്നെ എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറഞ്ഞിട്ട് 2 സെപ്പറേറ്റ് നോട്ട്സ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇതെല്ലാ കോഴ്സസിനും ഉണ്ടായിരിക്കുന്നതാണ്. ഇനി കുറച്ച് കോഴ്സസും കൂടി നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇത് പുതുതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ടൈംലി നമ്മൾ ഓരോ ഇന്റർവെല്ലിലും നോട്ട്സ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പുതിയ നോട്ട്സ് നമ്മൾ ഏകദേശം എല്ലാ ബാച്ചസിലും നമ്മൾ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഏതെങ്കിലും ബാച്ചസിൽ ഈ ഒരു നോട്ട് എല്ലാം കാണുന്നതെങ്കിൽ വിത്തിൻ 1 or 2 വീക്സിൽ നമ്മൾ അതെല്ലാം എല്ലാ ബാച്ചസിലോട്ടും അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഞാൻ കാണിക്കുന്നത് MBAയുടെ ഒരു നോട്ടാണ്. അപ്പൊ അതിൽ MMPC 001 എന്നുള്ള പേപ്പറിന്റെ യൂണിറ്റ് 1ന്റെ നോട്ടാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, നിങ്ങൾ SLM കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം ഭയങ്കര കോംപ്ലക്സ് ആയിട്ടാണ് നമ്മുടെ ഇഗ്നോ മെറ്റീരിയൽ ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് പലർക്കും പുതുതായിട്ട് അഡ്മിഷൻ എടുത്തതാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നേ ഉണ്ടാവുള്ളൂ SLM. അതായത് അതിന്റെ ഹാർഡ് കോപ്പി ഇപ്പം സെൻഡ് ചെയ്തിട്ടുണ്ടാവും. കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. നേരത്തേക്ക് അഡ്മിഷൻ എടുത്തവർക്കായിരിക്കും കിട്ടുന്നുണ്ടാവും. ഒരു 1 or 2 months ഒക്കെ പലപ്പോഴും അത് എടുക്കാറുണ്ട്. നിങ്ങളുടെ കയ്യിൽ വീട്ടിൽ പോസ്റ്റ് വഴി എത്തുന്നുണ്ടാവും. അപ്പൊ അതിനെ ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ടുള്ള SLM ബേസ് ചെയ്തിട്ട് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് ഓരോ ടോപ്പിക്കിനെയും വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ ആക്കിയിട്ട് നിങ്ങൾക്ക് എക്സാം സ്പെഷ്യൽ ആയിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്വിക്കായിട്ട് റിവിഷൻ ഒക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ നോട്ട് നമ്മൾ ക്യൂറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പേര് എന്ന് പറഞ്ഞാൽ ഇഗ്നോ ഹെൽപ്പ് ബുക്ക് എന്നാണ് ആ ഒരു നോട്ടിനെ പറയുന്നത്. അപ്പം SLM-നൊക്കെ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് നമ്മൾ നോട്ട് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ടോപ്പിക്കിനെയും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് നിങ്ങൾക്കൊരു മെമ്മറി ട്രിക്ക് ഒക്കെ പോലെ നിമോണിക്സ് ഒക്കെ വെച്ചിട്ട് ഇപ്പൊ അതിൽ ഓരോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ മാനേജ്മെന്റ് ടേംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഓരോ പേപ്പറിലും ഓരോ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അതിന് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ എക്സാമിനൊക്കെ ഓർത്തിരിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന നിമോണിക്സ് എന്ന് പറയുമല്ലോ. നമ്മുടെ ഓരോ വേർഡിലും ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ടൊക്കെ നമ്മൾ ഓരോ ഫ്രേസ് ഉണ്ടാക്കിയിട്ട് പെട്ടെന്ന് ഓർത്ത് വെക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ലാസ്റ്റ് ഓരോ യൂണിറ്റിന്റെയും എൻഡിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പൊ ചില യൂണിറ്റിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല. ചില യൂണിറ്റിൽ അത്യാവശ്യം നല്ല രീതിയിൽ നിമോണിക്സ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവും. ഓരോ യൂണിറ്റിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും അത്. അപ്പൊ അതൊക്കെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഈ നോട്ട്സ് കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ വായിച്ചെടുക്കുക. കാരണം നോട്ട്സ് പലപ്പോഴും നിങ്ങൾക്ക് എക്സാമിനൊക്കെ എപ്പോഴും കണ്ടന്റ് ആയിരിക്കും ആവശ്യം വരും. അപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഇഗ്നോ എക്സാം വരുമ്പോൾ തന്നെ അപ്പൊ അതിലൊരു 7 or 8 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ 5 ക്വസ്റ്റ്യൻ നിങ്ങൾ കമ്പൽസറി എഴുതേണ്ടി വരും.
അധിക പേപ്പറും എന്താണ് ഡിസ്ക്രിപ്റ്റീവ് ആയി എഴുതേണ്ടതാണ്. അപ്പൊ ഒരുപാട് കണ്ടന്റ് വേണ്ടി വരും. ഒരു ക്വസ്റ്റ്യന് ചിലപ്പം 20 മാർക്കിനൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. വളരെ കുറച്ച് പേപ്പേഴ്സ് ആണ് ചെറിയ ചെറിയ മാർക്കിനുള്ള സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ജനറലി ഇഗ്നോയിൽ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്വസ്റ്റ്യന് 20 മാർക്ക്, അങ്ങനെ 5 ക്വസ്റ്റ്യന് 100 മാർക്കിലാണ് ഉണ്ടാവാറുള്ളത്. എക്സെപ്ഷൻസ് ഉണ്ട്. ഇപ്പം BA സൈക്കോളജി പോലെയുള്ള പേപ്പേഴ്സിനൊക്കെ 50 മാർക്കിലാണ്, ബാക്കി പ്രാക്ടിക്കൽ കാര്യങ്ങളൊക്കെ വരുന്നത് കൊണ്ടാണ് അങ്ങനെ. അപ്പൊ അങ്ങനെ അല്ലാത്ത പല കോഴ്സസിലും ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഒരുപാട് കണ്ടന്റ്സ് നമുക്ക് വേണ്ടി വരും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എഴുതേണ്ടി വരും. എന്നാലേ നമുക്ക് ആ ഒരു മിനിമം നമ്പർ ഓഫ് പേജസ് കാര്യങ്ങളൊക്കെ എഴുതാനും പറ്റുള്ളൂ. അപ്പൊ 20 മാർക്കിന് ചോദിക്കുമ്പോൾ നമുക്ക് 4-5 പുറം നമുക്ക് എഴുതാൻ പറ്റണം. അപ്പൊ അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ആവുമ്പോൾ അതിന്റെ പല ലെയേഴ്സ് ഒക്കെ നമ്മൾ കവർ ചെയ്ത് പോകേണ്ടി വരും. അപ്പൊ അതൊക്കെ നമുക്ക് ഈ നോട്ട് വെച്ചിട്ട് നമുക്ക് മെമ്മറൈസ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പിന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ട് എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു നോട്ടും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇത് ഓരോ യൂണിറ്റിനും അതിന് ചോദിക്കാവുന്ന, എക്സാമിനൊക്കെ വരാൻ സാധ്യതയുള്ള കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ പൊട്ടൻഷ്യൽ എക്സാം ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആദ്യം നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് രണ്ടാമത്തെ നോട്ടാണ്. അതിന്റെ പേര് എക്സാം സ്പെഷ്യൽ ഗൈഡ് എന്നുള്ളതാണ്. അപ്പൊ എക്സാം സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള നോട്ടാണ്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കുക നമ്മുടെ ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് ഡൗൺ ചെയ്യും. എന്നിട്ട് ഒരു 10 ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ 8, 10, 12 ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് ഡൗൺ ചെയ്യും. ഇതൊക്കെ പോസിബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ആ യൂണിറ്റിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് അതിന്റെ ഫസ്റ്റ് ഉണ്ടായിരിക്കുക അതിന്റെ ഒരു അപ്രോച്ച് ആയിരിക്കും. എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കീ ടേംസും കോർ ആസ്പെക്ട്സും ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിനൊന്ന് സ്ട്രക്ചർ ചെയ്യേണ്ടി വരും. അപ്പൊ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം, അതിന്റെ ബോഡി കൊടുക്കണം, കൺക്ലൂഷൻ. ഇതാണ് ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസ്, തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ ഒരു സ്ട്രക്ചർ ഇങ്ങനെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ഓരോ ക്വസ്റ്റ്യന്റെയും ഏതെല്ലാം രീതിയിലാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് ഫസ്റ്റ് ലിസ്റ്റ് ഡൗൺ ചെയ്യും. അതിന് ശേഷം മോഡൽ ആൻസേഴ്സും അതിലുണ്ടായിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഡിഫൈൻ മാനേജ്മെന്റ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് പർപ്പസ്. അപ്പൊ അതിന് ഡീറ്റെയിൽ ആയിട്ടുള്ള മോഡൽ ആൻസേഴ്സും ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ ഈ ഇഗ്നോ ഹെൽപ്പ് ബുക്കിന്റെ കൂടെ തന്നെ ഈ ഒരു എക്സാം സ്പെഷ്യൽ ഗൈഡും കൂടി നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാനും അതിൽ ഒരുപാട് കാര്യങ്ങൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഭയങ്കര തിയറി ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 20 മാർക്കിനൊക്കെ എഴുതേണ്ടി വരും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാനുണ്ടാവും. അപ്പൊ അതൊക്കെ ഇങ്ങനെയുള്ള ഒരു 10 ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഓരോ യൂണിറ്റിൽ നോക്കി പോവുകയാണെങ്കിൽ ചിലപ്പോൾ എക്സാക്ട് ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ ആയിരിക്കും ഇഗ്നോരും വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ഓൾറെഡി ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് ഞാൻ ആ നോട്ടിൽ വായിച്ചിട്ടുണ്ടല്ലോ, അപ്പൊ ഇന്ന പോയിന്റ്സ് ആണ് അതിൽ എഴുതേണ്ടത്, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർമ്മിച്ചെടുക്കാനും അത് എക്സാമിന് നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആകുന്ന രീതിയിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇതെല്ലാം നമ്മുടെ ക്ലാസ്സസിന്റെ കണ്ടതിന് ശേഷം നിങ്ങൾ നോട്ട് എടുക്കുക. നോട്ട് വായിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, എക്സാം സ്പെഷ്യൽ ഗൈഡിൽ പോയിട്ട് ആ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ നോക്കി വെക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ഇപ്പോഴേ തുടങ്ങി വെക്കുന്നത് നന്നായിരിക്കും. കാരണം എക്സാം അടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് വേറെ കുറെ ഇനിഷ്യേറ്റീവ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് എക്സാമിന്റെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അതിലോട്ട് നിങ്ങൾ മാറ്റി വെക്കരുത്. ഇപ്പോഴേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, എക്സാം പഠിച്ച് തുടങ്ങുക. ലാസ്റ്റിലോട്ട് മാറ്റി വെക്കുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. കാരണം ഒരുപാട് മെറ്റീരിയൽസ് കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പക്ഷെ ഒന്നും തന്നെ നിങ്ങൾക്കത് വായിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിൽ അത് വരികയും ചെയ്യും. അപ്പൊ പൈലപ്പ് ആവും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ കാര്യവും ഇപ്പോഴും തന്നെ 1 by 1 ആയിട്ട് നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ ലാസ്റ്റിലോട്ട് എത്തുമ്പോൾ നിങ്ങൾക്ക് റിവിഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെയും കുറെ സപ്പോർട്ട് നമ്മൾ നൽകുന്നതായിരിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു നോട്ട്സിന്റെ കാര്യം പറയുവാണെങ്കിൽ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അസൈൻമെന്റിനും നമ്മുടെ ഒരു അസൈൻമെന്റ് ഗൈഡ് ബുക്ക് എന്നുള്ള രീതിയിൽ ഒരു ഫയൽ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഓരോ പേപ്പറിനും നമുക്ക് അതിന്റെ ഒരു ഫോൾഡർ ഉണ്ടാവും, അസൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ കയറി കഴിഞ്ഞാൽ ഓരോ പേപ്പറിന്റെയും അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് നമ്മളിപ്പോ ഇത് MBA ഫസ്റ്റ് സെമ്മിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ ജനുവരി 2025 സെഷൻസ് ഇപ്പൊ ഉള്ളവർക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. അങ്ങനെ ഒരു വർഷത്തേക്കായിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഈ ജനുവരി ഉള്ളവർക്കും ഈ ഒരു അസൈൻമെന്റ് തന്നെ എഴുതിയാൽ മതി. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഇൻസ്ട്രക്ഷൻസ് കാര്യങ്ങൾ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ അതിന്റെ ക്വസ്റ്റ്യൻസ് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് അതിന്റെ മോഡൽ ആൻസേഴ്സ്, അതായത് നമ്മൾ എപ്പോഴും പറയാറുള്ളത് അസൈൻമെന്റ്സ് നിങ്ങൾ ഈ ഒരു ഗൈഡ് ബുക്കിലുള്ള അതേപോലെ വേർഡ് ടു വേർഡ് നിങ്ങൾ എഴുതാണ്ട് എപ്പോഴും ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ എഴുതുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം അതാണ് നിങ്ങളുടെ സ്കില്ലിനെയും മറ്റൊക്കെ അത് ഹെൽപ്പ് ആകുന്ന രീതിയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഇതൊരു ഗൈഡ് ബുക്ക് ആയിട്ട് മാത്രം നിങ്ങൾ കാണുക. എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിൽ മാക്സിമം ഇതിലുള്ള പോയിന്റ്സ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക എന്നുള്ളത്. പിന്നെ തിയറി പേപ്പർ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വേർഡ്സിൽ തന്നെ ഇത് പ്രോബ്ലം ബേസ്ഡ് പേപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ പ്രോബ്ലംസിന്റെ സൊല്യൂഷൻസ് കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ നോക്കിയിട്ട് ചെയ്യണം. അപ്പൊ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മുടെ അസൈൻമെന്റ് ഗൈഡ് ബുക്കിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിൽ ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ കൊടുത്ത് അതിന്റെ ആൻസേഴ്സും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റ് വായിക്കാം. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറും സെപ്പറേറ്റ് ആപ്പിൽ കൊടുത്തിട്ടുണ്ടാവും. ചില പേപ്പേഴ്സിലൊക്കെ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ അങ്ങനെ ഓർ ക്വസ്റ്റ്യൻസ് ആയിട്ടായിരിക്കില്ല ഇതിൽ കൊടുത്തിട്ടുണ്ടാവുക. എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് അത് ഓർ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. 2 ക്വസ്റ്റ്യൻസിന്റെയും ആൻസർ നിങ്ങൾ എഴുതരുത്, വെറുതെ എഴുതുന്നാവും. അപ്പൊ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസിന്റെ മാർക്കേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് നിങ്ങൾക്ക് അതിന്റെ PDF-ഉം ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കുക. കാരണം ഇതിൽ ഓരോ ക്വസ്റ്റ്യനും കൊടുത്ത് അതിന്റെ ആൻസറും ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കാം. അപ്പം നിങ്ങൾക്ക് ഒറ്റയടിക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ ഒരു ഗൈഡ് ബുക്കിൽ ഉണ്ടാവില്ല. സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ വേറൊരു ഫോൾഡറിൽ അസൈൻമെന്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് തുറന്നു നോക്കിയിട്ട് അങ്ങനെ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടോ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അസൈൻമെന്റ് ഗൈഡ് ബുക്ക് നിങ്ങൾ അല്ലെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ നിങ്ങളുടെ ഷീറ്റിൽ അസൈൻമെന്റ് എഴുതുന്ന ഷീറ്റിൽ നിങ്ങൾ ആൻസേഴ്സ് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഓർ ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓർ ക്വസ്റ്റ്യൻസ് എല്ലാത്തിലും ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ MPA ഒന്നും അങ്ങനെ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറില്ല. പക്ഷെ ചില പേപ്പേഴ്സിലൊക്കെ അങ്ങനെ ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പം ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഇപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഗൈഡ് ബുക്ക് അതേപോലെ നോക്കിയിട്ട് അതേപോലെ എഴുതരുത്. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ, എന്തെങ്കിലും ക്രൈറ്റീരിയാസ് പറയുന്നുണ്ടോ, ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടോ. ചിലപ്പോൾ ചിലതിൽ പറയും ആൻസർ എനി 5 ക്വസ്റ്റ്യൻസ്. ഇപ്പൊ 8 ക്വസ്റ്റ്യൻസ് എന്നിട്ട് 5 എണ്ണം എഴുതിയാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടോ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് മാത്രം നിങ്ങൾ അസൈൻമെന്റ്സ് എഴുതാം. അപ്പൊ അതിനുള്ള ഗൈഡ് ബുക്ക് അവൈലബിൾ ആണ് ആപ്പിൽ. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. ഇനി എക്സാം അടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇപ്പൊ നിങ്ങളൊക്കെ പലപ്പോഴും നമ്മുടെ യൂട്യൂബിൽ ലേൺ വൈസ് ജോയിൻ ചെയ്യുമ്പോഴേ അക്കാഡമിക് കൗൺസിലേഴ്സ് ഒക്കെ നിങ്ങൾക്ക് ഇത് അയച്ചു തന്നിട്ടുണ്ടാവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു യൂട്യൂബ് വീഡിയോ ഏകദേശം എല്ലാ പേപ്പേഴ്സിനും ഇപ്പം ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഇപ്പം PG കോഴ്സസിന്റെ ഒക്കെ ആണെങ്കിൽ ഫസ്റ്റ് ഇയറിന്റെ ഒക്കെ വീഡിയോ നമ്മൾ റിലീസ് ചെയ്യാറുണ്ട്. സെക്കൻഡ് ഇയറിന്റെ വീഡിയോ നമുക്ക് ചില കോഴ്സസിനും അല്ലെങ്കിൽ ചില പേപ്പേഴ്സിനും നമുക്ക് ചെയ്യാൻ പറ്റാറില്ല. കാരണം അത്രത്തോളം വീഡിയോസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. കാരണം ഇതിന്റെ ഇപ്പം നമ്മൾ ലേറ്റസ്റ്റ് കഴിഞ്ഞിട്ടുള്ളത് IGNOU Focus 3.0 എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസംബർ എക്സാമിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ TE ഡിസംബർ എക്സാമിൽ കഴിഞ്ഞ ജൂൺ 2024 വരെയുള്ള ചോദ്യങ്ങളെ ആസ്പദമാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അനാലിസിസ് പ്രിപ്പയർ ചെയ്തിട്ട് അപ്പൊ അതിന്റെ ഡോക്യുമെന്റ് ആണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ ഇനി അടുത്ത ജൂണിൽ നിങ്ങളിപ്പോ MBA അതുപോലെ തന്നെ BCA MCA പോലെയുള്ള പേപ്പേഴ്സ് ഒക്കെ ആണ്. അതുപോലെ തന്നെ പലരും അടുത്ത ജൂണിൽ എക്സാം എഴുതാൻ എലിജിബിൾ ആയിട്ടുണ്ടാവും. ചിലപ്പോൾ മുന്നേ അഡ്മിഷൻ എടുത്തവരൊക്കെ ആണെങ്കിൽ ഇയർ വൈസ് കോഴ്സ് ആണെങ്കിൽ, സെമസ്റ്റർ വൈസ് കോഴ്സ് ആണെങ്കിൽ ജൂണിൽ നിങ്ങൾക്ക് ഫസ്റ്റ് എക്സാം വരുന്നുണ്ടാവും. അപ്പൊ അതിന് ഇപ്പം കഴിഞ്ഞ ഡിസംബർ 2024 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തുകൊണ്ട് അതിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അനലൈസ് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് എവിടെ നിന്നാണ് വരുന്നത് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളൊരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. പല പേപ്പേഴ്സും നമ്മൾ വീഡിയോസ് റിലീസ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ. അതിന്റെ കൂടെ തന്നെ എല്ലാ പേപ്പേഴ്സും നമ്മൾ ഡോക്യുമെന്റ്, ഇപ്പൊ വീഡിയോസ് അവൈലബിൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അതിന്റെ ഒരു എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഈ ഡോക്യുമെന്റ് എല്ലാ പേപ്പറിനും നമ്മൾ റിലീസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ ഏതൊക്കെ പേപ്പറാണ്, ഇപ്പം സിലബസ് വൈസ്, ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ് എങ്ങനെയൊക്കെയാണ് വരുന്നത്, അപ്പൊ അതിന്റെ ഒരു ഫ്രീക്വൻസി എങ്ങനെയാണ്. ഇപ്പൊ ഏറ്റവും ഫോർ എക്സാമ്പിൾ ഇവിടെ MMPC 001 ബ്ലോക്ക് 3 കൺട്രോളിംഗ് എന്നുള്ള അതിന് 12 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയേഴ്സിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ബ്ലോക്ക് ആണിത്. ആ യൂണിറ്റ് ഇവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് എക്സാമിന്റെ തൊട്ട് മുന്നേ ആയിട്ട് ഒരു 1 month ഒക്കെ മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഡോക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി, അപ്പൊ നിങ്ങൾ ഇതൊരു പ്രോസസ്സാണ് കേട്ടോ. നിങ്ങൾ ഇതൊന്നും ചെയ്യാണ്ട് ഇതിലോട്ട് വന്നിട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. ഇതൊക്കെ ചെയ്തിട്ട് ഇതിന്റെ ഈ ഒരു ഡോക്കും കൂടി കിട്ടിയിട്ട് നിങ്ങൾ എക്സാമിന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല സ്കോർ നിങ്ങൾക്ക് എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള നമ്മുടെ ലേണേഴ്സ് ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഡോക്കും നമുക്ക് അവൈലബിൾ ആണ് എക്സാം എടുക്കുമ്പോൾ. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിനനുസരിച്ച് നിങ്ങളുടെ ആ ലാസ്റ്റ് ടൈം റിവിഷൻ ഉണ്ടല്ലോ, അതൊന്നും കൂടി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലോക്സിന്റെ യൂണിറ്റ്സിന്റെ ഒന്നുകൂടി ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലാസ്റ്റ് ടൈം റിവിഷൻ ഒന്നുകൂടി ബെറ്റർ ആക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആ രീതിയിൽ ഇത് കുറച്ച് വലിയൊരു ലെങ്തി ആയിട്ടുള്ള ഡോക്ക് ആയിരിക്കും. അപ്പൊ അതിൽ ഓരോ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് പിന്നെ ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ്
പ്രിഡിക്ഷൻ അനാലിസിസ്, ഏതൊക്കെ ടോപ്പിക്കാണ് ഇനി വരാൻ സാധ്യതയുള്ളത്, അപ്പൊ അതിന്റെ പ്രോബബിലിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനിലൂടെ ഒക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ നോക്കുക. പിന്നെ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറും കൂടിയും അതിന്റെ കൂടെ തന്നെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അതായത് ആ ഒരു എക്സാമിന് ഇപ്പൊ ഇത് കഴിഞ്ഞ ഡിസംബറിൽ നമ്മുടെ എക്സാമിന്റെ തൊട്ട് മുന്നേ ഇറക്കിയ ഡോക്കാണ്. അപ്പൊ അതിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുടെ നമ്മൾ ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ട് ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഇടുവാണ്. അപ്പൊ എക്സാക്ട് ഈ ക്വസ്റ്റ്യൻസ് തന്നെ വരും എന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷെ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നുണ്ടാവുക എന്നുള്ള രീതിയിലാണ് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ ആൻസർ കീയും ഇതിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ആദ്യം നമ്മൾ അത് ഓരോ ക്വസ്റ്റ്യൻസും ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏത് യൂണിറ്റിൽ നിന്നാണ് വന്നത് എന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്യും. അതിന്റെ ശേഷം അതിന്റെ മോഡൽ ആൻസേഴ്സും ഇവിടെ അവൈലബിൾ ആയിരിക്കും ഓരോ ക്വസ്റ്റ്യൻസിന്റെയും. അപ്പൊ ഇതും കൂടി നിങ്ങൾ നോക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് കിട്ടും. അപ്പൊ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാലൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാനും. അപ്പം ഇങ്ങനെ ഒരു അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ഇപ്പൊ നിങ്ങൾ എക്സാം സ്പെഷ്യൽ ഗൈഡിൽ ഒരു 10-12 ക്വസ്റ്റ്യൻസ് ഓരോ യൂണിറ്റും നിങ്ങൾ നോക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ഫുൾ മോഡൽ എക്സാം പോലെയുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് നിങ്ങൾക്ക് കിട്ടുവാണ്. അതിന്റെ ആൻസേഴ്സും നിങ്ങൾ നോക്കുന്നു. അങ്ങനെ ആകുമ്പോൾ കുറച്ചുകൂടി ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് എക്സാം എഴുതുമ്പോൾ കിട്ടുന്നതാണ്. അപ്പൊ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് എന്നാണ് അതിന്റെ പേര്. അപ്പൊ അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ വീഡിയോസ് എന്തുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല എന്ന ചോദ്യങ്ങളൊക്കെ വരാൻ മതിയാവും. പ്രത്യേകിച്ച് MBA പോലെയുള്ള സെക്കൻഡ് സെമസ്റ്ററിലൊക്കെ അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിലൊക്കെ ഒരു MBA പേപ്പേഴ്സ് എന്ന് പറയുന്നത് എല്ലാ സ്പെഷ്യലൈസേഷൻ നോക്കുകയാണെങ്കിൽ 40-50 പേപ്പറൊക്കെ വരും. അപ്പൊ അതിനെല്ലാം കൂടി നമുക്ക് വീഡിയോ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് പോസിബിൾ അല്ലാത്തത് കൊണ്ടാണ് എല്ലാത്തിനും വീഡിയോ അല്ലാത്തത്. പക്ഷെ ഫസ്റ്റ് ഇയറിന്റെ പേപ്പേഴ്സിനൊക്കെ നമ്മൾ വീഡിയോസ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഈ ഒരു ഡോക്കിനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള മെന്റേഴ്സ് ഒക്കെ ഫാക്കൽറ്റീസും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ആയിരിക്കും അത്. വീഡിയോസ് ഇല്ലെങ്കിലും നമുക്ക് ഈ ഡോക്ക് വെച്ചിട്ട് തന്നെ അധിക പേരും ഡോക്ക് വെച്ചിട്ട് തന്നെയാണ് പഠിക്കാറുള്ളത്. കാരണം വീഡിയോസിൽ ജസ്റ്റ് നമ്മുടെ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ വരെ ഉണ്ടാവുള്ളൂ. അതിന്റെ മോഡൽ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഡോക്കിലെ അവൈലബിൾ ആയിരിക്കുള്ളൂ. അപ്പൊ ഡോക്കിൽ നിങ്ങൾ നോക്കുക. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിലിറ്റി ഒരു ഇഷ്യൂ ആണ്. അപ്പം ഇതിന്റെ ഈ ഒരു കഴിഞ്ഞ ഡിസംബർ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ ഇഗ്നോയുടെ ഒഫീഷ്യൽ സൈറ്റിൽ വരിക ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴാണ് അത് ഇഗ്നോ അപ്ലോഡ് ചെയ്യും. അപ്പോഴേ നമുക്ക് ഈ ഡോക്ക് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനും പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു എക്സാമിന്റെ ഒരു 2-3 വീക്സ് ഒക്കെ മുന്നേ ആയിട്ടാണ് നമ്മൾ ഈ ഡോക്ക് റിലീസ് ചെയ്യാം. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. സെലക്ടഡ് ആയിട്ടുള്ള പേപ്പേഴ്സിന് നമ്മളൊരു മോഡൽ എക്സാമും നടത്താറുണ്ട്. അപ്പൊ അതും നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ആയിട്ട് എക്സാമിന് പോകുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ് മോഡൽ എക്സാം എന്ന് പറയുന്നത്, ഇഗ്നോ മോഡൽ എക്സാം. ഇപ്പൊ ലേൺവൈസ് നമ്മൾ സൂമിലായിരിക്കും നമ്മുടെ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. എല്ലാ പേപ്പേഴ്സും നമ്മൾ മോഡൽ എക്സാം കണ്ടക്ട് ചെയ്യില്ല. വളരെ ഇപ്പൊ MBA ആണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് അല്ലെങ്കിൽ MMPC 005 പോലെയുള്ള പേപ്പേഴ്സ് ആണ് കുറച്ച് ടഫ് ആയിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാറ്. ക്വാണ്ടിറ്റേറ്റീവ് പേപ്പറാണ്, മാത്സ് റിലേറ്റഡ് ആയിട്ടുള്ള പേപ്പർ ആയതുകൊണ്ട് അങ്ങനെ അത്യാവശ്യം ടഫ് ആയിട്ടുള്ള പേപ്പറിന് തന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ട് അതിനൊരു മോഡൽ എക്സാം നമ്മൾ കണ്ടക്ട് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അത് സൂമിൽ ഇന്നൊരു ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ നിങ്ങൾ റിലീസ് ചെയ്യും. എന്നിട്ട് ആ ടൈം നോക്കിയിട്ട് നിങ്ങൾ സൂമിൽ വന്നിട്ട് 3 മണിക്കൂർ എത്രയാണോ ഉള്ളത് അത്രയും സമയം നിങ്ങൾ ചെലവഴിച്ചിട്ട് നിങ്ങൾ ആൻസേഴ്സ് എഴുതുക എന്നുള്ളതാണ്. അപ്പൊ എക്സാമിന്റെ ഒരു 1 മന്ത് മുന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു മോഡൽ എക്സാം നിങ്ങൾ കൊടുക്കുന്നുണ്ടാവുക. അങ്ങനെ ഒരു മോഡൽ എക്സാം കൂടി നിങ്ങൾ എഴുതുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഫൈനൽ എക്സാമിലോട്ട് നിങ്ങൾ ഫസ്റ്റ് ടൈം ഒക്കെ എക്സാം എഴുതാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ ആ ഫസ്റ്റ് ടൈം എഴുതാൻ പോവാണെന്നുള്ള ആ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. കാരണം നിങ്ങൾ ഒരു മോഡൽ എക്സാം കൊടുത്തിട്ടാണ് പോകുന്നത്. ഇത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസിലെ നമ്മുടെ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിന് പുറമെയാണ് കേട്ടോ. മോഡൽ എക്സാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ നടത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ റിലീസ് ചെയ്തിട്ട് നിങ്ങൾ ആൻസർ ഷീറ്റ് നിങ്ങളുടെ A4 ഷീറ്റിൽ 4 സൈഡ് കള്ളിയൊക്കെ വരച്ചിട്ട് നിങ്ങൾ ഇതിന്റെ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്യുന്നതാണ്. അങ്ങനെ ആൻസർ ചെയ്തതിന് ശേഷം നമ്മൾ സെൽഫ് ഇവാലുവേഷൻ ആയിരിക്കും. ഈ മോഡൽ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആപ്പിൽ നമ്മൾ ഇങ്ങനെ ഒരു സെൽഫ് ഇവാലുവേഷൻ ഗൈഡ് നമ്മൾ റിലീസ് ചെയ്യും. അപ്പൊ അതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന് ഓരോ ക്വസ്റ്റ്യൻസിന്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസറും നമ്മുടെ അതിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ നോക്കുക, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നിങ്ങൾ ആൻസർ ചെയ്തിട്ടുള്ളത്, അതിന്റെ ആൻസേഴ്സ് ഈ ഒരു സെൽഫ് ഇവാലുവേഷൻ ഗൈഡിൽ എന്നുള്ള ആ ഒരു PDF നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ നിങ്ങൾ ഇവാലുവേഷൻ ചെയ്യാം. എന്നിട്ട് അപ്പം നിങ്ങൾക്കൊരു മോഡൽ എക്സാം എഴുതില്ല, അതിന്റെ ഒരു ഇവാലുവേഷനും കൂടി നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പൊ സെലക്ടഡ് ആയിട്ടുള്ള 1-2 പേപ്പേഴ്സിന് നിങ്ങൾ എന്ത് ചെയ്യും, എക്സാമിന് മുന്നേ ആയിട്ട് നിങ്ങൾ മോഡൽ എക്സാം കൂടി കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ എക്സാം എഴുതാൻ പോകുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ എക്സാം എന്നുള്ള ആ ഒരു കാര്യം ഉണ്ടല്ലോ, അപ്പൊ അത് നിങ്ങൾക്ക് ഏറ്റവും
കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ എപ്പോഴും പറയാറുള്ളത് നിങ്ങൾ എക്സാം ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് എന്നുള്ളതാണ്. നിങ്ങൾ എത്രയാണോ പഠിച്ചിട്ടുള്ളത് അത് പഠിച്ചത് വെച്ചിട്ട് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. അപ്പം ലേൺവൈസിന്റെ കൂടെ നിങ്ങൾ വന്നത് കൊണ്ട് തന്നെ ഇത്രയും ടൂൾസ്, അപ്പൊ അതിന്റെ നോട്ട്സ് നമ്മൾ പറഞ്ഞു, 2 ടൈപ്പ് ഓഫ് നോട്ട്സ് പറഞ്ഞു. അതിന്റെ കൂടെ തന്നെ അസൈൻമെന്റ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്കുണ്ട്. പിന്നെ അതിന്റെ കൂടെ നമ്മൾ PYQ അനാലിസിസ് കൊടുക്കുന്നുണ്ട്. പിന്നെ മോഡൽ എക്സാം, അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേഷൻ ഗൈഡ്, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടായിരിക്കും നിങ്ങൾ പോകുന്നുണ്ടാവുക. പിന്നെ മെന്റർഷിപ്പിലാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം സ്പെഷ്യൽ ആയിട്ട് റിവിഷൻ സെഷൻസ്, കാര്യങ്ങൾ, ലൈവ് സെഷൻസ് വേറെ തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ എക്സാമിന് പോകുന്നുണ്ടാവുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് പോകുമ്പോൾ തന്നെ എന്തായാലും ആ ഡിഫറൻസ് നിങ്ങളുടെ എക്സാമിന് ഉണ്ടായിരിക്കും. അപ്പം MBA പോലെയുള്ള പേപ്പറിൽ 7 പേപ്പറൊക്കെ നിങ്ങൾ ഒരു സെമ്മിൽ കൊടുക്കുന്നുണ്ടാവും. പക്ഷെ ആ ഒരു 7 പേപ്പർ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എക്സാം എഴുതുന്നില്ല എന്നുള്ള ഒരിക്കലും നിങ്ങൾ പറയരുത്. മാക്സിമം എക്സാമിന് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ട്രൈ ചെയ്യാം. തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു സ്കോർ എക്സാമിന് നേടാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇത്രയും കാര്യങ്ങൾ. അപ്പം ഈ ഓരോ ടൂൾസും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മുടെ എല്ലാ നോട്ട്സും, പിന്നെ പറഞ്ഞ പോലെ ഈ ഹെൽപ്പ് ബുക്കും എക്സാം സ്പെഷ്യൽ ഗൈഡും ഇനി ഏതെങ്കിലും ബാച്ചസിൽ വരാനുണ്ടെങ്കിൽ അത് വൈകാണ്ട് 1 or 2 വീക്സിന്റെ ഉള്ളിൽ എല്ലാ ബാച്ചസിലും പുതിയ നോട്ട്സ് അപ്ലോഡഡ് ആയിരിക്കുന്നതാണ്. അപ്പൊ നിങ്ങൾ നോക്കുമ്പോൾ ചില ബാച്ചസിൽ നമ്മുടെ തൊട്ട് മുന്നേ ഉള്ള പഴയ നോട്ട്സ് ആയിരിക്കും, പക്ഷെ അതും നല്ല ക്വാളിറ്റി നോട്ട്സ് തന്നെയാണ്. പക്ഷെ കുറച്ചും കൂടി നമുക്ക് എന്താണ് ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് തന്നെയാണ്. എക്സാം സ്പെഷ്യൽ ഗൈഡ് നമ്മൾ സിംഗിൾ ഡോക്യുമെന്റ് ആയിട്ടായിരുന്നു ആദ്യം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പലർക്കും വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അത് ഓരോ യൂണിറ്റിനായിട്ട് സെപ്പറേറ്റ് എക്സാം സ്പെഷ്യൽ ഗൈഡ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും സിംപ്ലിഫൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ക്യൂറേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യാം. തീർച്ചയായിട്ടും അത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും, ഒരു ഡൗട്ടും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതാൻ പറ്റുന്ന രീതിയിൽ ലേൺവൈസിൽ എല്ലാ ടൂൾസും, ഇപ്പൊ മോഡൽ എക്സാം പലരും നമ്മുടെ ലേൺവൈസിലെ ലേണേഴ്സ് അധിക പേരും അത് അറ്റംപ്റ്റ് ചെയ്യാറുണ്ട്. അറ്റംപ്റ്റ് ചെയ്തവരൊക്കെ പറഞ്ഞിട്ടുള്ളത് അവരുടെ മെയിൻ എക്സാമിന് അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ മോഡൽ എക്സാം നിങ്ങൾ എന്തായാലും ആ ഒരു എക്സാം സമയത്ത് നമ്മൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അത് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ PYQ അനാലിസിസിന്റെ ഡോക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ അതിന്റെ ഒരു ചെറിയ നോട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുക. അങ്ങനെ ആകുമ്പോൾ PYQ അനാലിസിസ് ഒക്കെ പലപ്പോഴും നിങ്ങൾക്ക് ഒരു റിവിഷൻ നോട്ടായിട്ട് തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. അപ്പൊ അതിൽ കൊടുത്തിട്ടുണ്ടാവും ഏത് ബ്ലോക്കാണ്, ഏത് യൂണിറ്റ് ആണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരിക. അപ്പൊ അത് സ്ട്രെസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും കൂടി റിവിഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല സ്കോറോട് കൂടിയിട്ട് തന്നെ നിങ്ങളുടെ എക്സാംസ് കാര്യങ്ങളൊക്കെ അറ്റംപ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പൊ ഈ രീതിയിൽ ലേൺവൈസിന്റെ എല്ലാ ടൂൾസും നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ മാർക്സ് എന്തായാലും കിട്ടും എന്നുള്ളത് യാതൊരു ഡൗട്ടും ഇല്ല. പിന്നെ നാളത്തെ സെഷനിൽ നമ്മുടെ അലുമിനി ടോക്സ് കാര്യങ്ങൾ നമ്മുടെ ലേൺവൈസിന്റെ കൂടെ പഠിച്ചിറങ്ങി കഴിഞ്ഞവർ വരുന്നുണ്ടാവും. അപ്പൊ അവര് കൂടുതൽ കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ലേൺവൈസിലെ ലേണേഴ്സ് തന്നെ അത് പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ആ ഒരു ഡിഫറൻസ് വേറെ തന്നെ ആയിരിക്കും. അപ്പൊ നാളത്തെ സെഷനിൽ എല്ലാവരും തന്നെ അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഈ ടൂൾസിനെ കുറിച്ച് പറയാനുള്ളത്. ഈ ബാക്കി നമ്മുടെ ലേൺവൈസിലെ പ്ലാറ്റ്ഫോം, ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ ഞാൻ വീണ്ടും അഭയ് സാറെ വെൽക്കം ചെയ്യാണ്. സോ ഓവർ ടു യു അഭയ് സാർ. ഓക്കെ, താങ്ക് യു റേസ് സർ. വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് അറിയേണ്ട ഫീച്ചേഴ്സിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് സാർ പറഞ്ഞു കഴിഞ്ഞു. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ഒട്ടും സമയം കളയാൻ നമ്മുടെ പ്ലാറ്റ്ഫോംസിലേക്ക് പോവാം അല്ലേ? അപ്പോൾ പ്ലാറ്റ്ഫോംസിലേക്ക് പോകുമ്പം അതിനു മുന്നേ വളരെ പെട്ടെന്ന് പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യമാണ് റിയൽ ടൈം ഇവന്റ്സിനെ പറ്റി. സോ റിയൽ ടൈം ഇവന്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലൈവ് സെഷൻസും അതുപോലെ പല രീതിയിലുള്ള, അത് അക്കാഡമിക് ആവാം, നോൺ അക്കാഡമിക് ആവാം, കോ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ടാവാം, നിങ്ങൾക്ക് സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾ എങ്ങനെയാണോ ഇപ്പം ഈ ഒരു ഓറിയന്റേഷൻ സെഷനിൽ കയറിയിട്ടുള്ളത്, മുമ്പത്തെ ഓറിയന്റേഷൻ സെഷൻസിൽ കയറിയിട്ടുള്ളത്, അതേപോലെ തന്നെ സൂം ത്രൂ ആയിരിക്കും ഈ സെഷൻസ് ഒക്കെ തന്നെ നടക്കുക. അപ്പം എങ്ങനെയാണ് കയറേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമെന്നാണ് കരുതുന്നത്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ചോദിച്ച് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യുക. ബിക്കോസ് സെഷൻസ് എല്ലാം തന്നെ സൂമിലായിരിക്കും കണ്ടക്ട് ചെയ്യുക. ഇനി കോ കരിക്കുലർ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ സ്കിൽ ബിൽഡിംഗ് പ്രോഗ്രാംസും, അപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്നുള്ളൊരു ഇനീഷ്യേറ്റീവ് നമ്മൾ കഴിഞ്ഞ ഏകദേശം ഒരു 1.5 വർഷമായിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്തു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ഒരു മെസ്സേജും അതുപോലെ ആപ്പിൽ ആ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് PDF ആയിട്ട് കാണാൻ സാധിക്കുന്നതായിരിക്കും, വീഡിയോ ആയിട്ട് കേൾക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അത് കൂടാതെ ലൈവ് സെഷൻ സൂമിൽ ഉണ്ടാവും, അത് കാണാൻ പറ്റാത്തവർക്കായിട്ട് യൂട്യൂബിൽ നമ്മളത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ പരിപാടികളൊക്കെ തന്നെ നമുക്ക് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതിന്റെ എല്ലാ രീതിയിലും അതിനെ പരമാവധി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ വാട്സാപ്പ് വേണം, ഇൻസ്റ്റഗ്രാം വേണം, ഫേസ്ബുക്ക് വേണം. അത് ഇതിലേതെങ്കിലും 1 or 2 ഉണ്ടെങ്കിൽ തന്നെ നടക്കും. സൂം ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട ഒരു
പ്ലാറ്റ്ഫോം തന്നെയാണ്. അപ്പം സൂം എല്ലാവർക്കും യൂസ് ടു ആവുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. സംശയങ്ങൾ എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്ത് അത് ഒരു നല്ല രീതിയിൽ പോകുന്നുണ്ട് എന്നുള്ള, അല്ലെങ്കിൽ അതിന് അപ്ഡേറ്റ്സും കാര്യങ്ങളും തന്നെ പെൻഡിങ് ഇല്ല എന്ന് ഉറപ്പുവരുത്തിയാൽ നന്നായിരിക്കും. ഇനി നമുക്ക് പ്ലാറ്റ്ഫോംസിലേക്ക് കിടക്കാം അല്ലെ. അപ്പൊ ഒരു ലേൺവൈസ് പോലെ ഒരു പ്ലാറ്റ്ഫോം ആവുമ്പോൾ, അതുപോലെ ഏതൊരു പ്രധാനപ്പെട്ട എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിക്കൊള്ളട്ടെ, മറ്റേത് രീതിയിലുള്ള പ്ലാറ്റ്ഫോം ആണെങ്കിലും അവരുടെ വെബ്സൈറ്റ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് ഇഗ്നു സംബന്ധിച്ചുള്ള കോഴ്സുകൾ എടുക്കുമ്പോൾ ലേൺവൈസിലേക്ക് വരുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് ഒരു കോഴ്സിൽ എന്തൊക്കെ പഠിക്കാനുണ്ടാവും എന്നുള്ളത് എല്ലാവരും എൻറോൾ ചെയ്തിട്ടായിരിക്കില്ല മിക്കപ്പോഴും ചിന്തിക്കുന്നത്. എൻറോൾ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ വിവരങ്ങൾ എല്ലാവരും നോക്കേണ്ടതുണ്ട്, എല്ലാവരും നോക്കിയിട്ടുണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. അപ്പൊ എല്ലാ ലേണേഴ്സിനും ഒരു കോഴ്സിനകത്ത് എന്തൊക്കെ കോണ്ടന്റ് ആണ് വരുന്നത്, എന്തൊക്കെ പഠിക്കാനുണ്ടാവും, ഇനി ഇഗ്നുവിനെ പറ്റി കൂടുതലായിട്ട് അറിയാൻ ആവശ്യമായിട്ടുള്ള ആർട്ടിക്കിളുകൾ, ലേൺവൈസിലെ തന്നെ വിദ്യാർത്ഥികളുടെ എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ടുള്ള വീഡിയോസ്, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ലേൺവൈസ് വെബ്സൈറ്റ് കയറുന്നതോടുകൂടി തന്നെ നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ള കോഴ്സിനെ പറ്റി, നിങ്ങൾക്ക് എൻറോൾ ചെയ്യാൻ താല്പര്യമുള്ള ഇഗ്നു എന്ന യൂണിവേഴ്സിറ്റിയെ പറ്റി എൻറോൾ ചെയ്ത് നിങ്ങളെ പോലെ തന്നെ ഓരോ ലേണറിനെയും പോലെ പഠിച്ചിറങ്ങിയിട്ടുള്ള ലേണേഴ്സിന്റെ എക്സ്പീരിയൻസ്, ഇതെല്ലാം നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ വെബ്സൈറ്റിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് വെബ്സൈറ്റിന്റെ പ്രത്യേകത. അപ്പം ലേൺവൈസ് തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെബ്സൈറ്റിലേക്ക് പോകാനും ഈ കാര്യങ്ങളൊക്കെ തന്നെ കാണാനും മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. ഇനി വരുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റിലേക്കാണ്. അപ്പൊ സോഷ്യൽ മീഡിയ എൻഗേജ്മെന്റ് എന്ന് പറയുമ്പോൾ ലേൺവൈസിന്റെ പ്രസൻസ് മൾട്ടിപ്പിൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഉണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതെല്ലാം തന്നെ വെരിഫൈഡ് പ്ലാറ്റ്ഫോംസ് ആണ്. അത് വാട്സാപ്പ് ആയിക്കൊള്ളട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കൊള്ളട്ടെ, ഫേസ്ബുക്ക് ആയിക്കൊള്ളട്ടെ, യൂട്യൂബ് ആയിക്കൊള്ളട്ടെ, ഇതിലെല്ലാം തന്നെ ലേൺവൈസിന്റെ ഓരോ പേജ് ആയാലും ചാനൽ ആയാലും എല്ലാം വെരിഫൈഡ് ആണ്. അതുകൂടാതെ രാജ്യത്ത് തന്നെ നമുക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കും, വളരെ കുറഞ്ഞ ടെക് പ്ലാറ്റ്ഫോംസിലേക്ക് വരുമ്പോൾ വളരെ കുറഞ്ഞ ആൾക്കാർക്ക് 1 മില്യൺ എന്നുള്ള ഒരു മാർക്ക് ക്രോസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അത് തന്നെ യൂഡമി പോലുള്ള ഇന്റർനാഷണൽ ബ്രാൻഡ്സ് പോലും സബ്സ്ക്രൈബേഴ്സിന്റെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ വളരെ ലേൺവൈസിനെക്കാളും അത്യാവശ്യം പിന്നിലാണ് നമുക്ക് പറയാം. ആൻഡ് 1 മില്യൺ നമ്മൾ കവർ ചെയ്തിരുന്നു. അതിന്റെ പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ട് മൂലം തന്നെയാണ് ഇതിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ളത്. സോ അതിനെല്ലാവരോടും നന്ദി അറിയിച്ചുകൊണ്ട് നമുക്ക് മറ്റ് പ്ലാറ്റ്ഫോംസിലെ സ്പെസിഫിക് കാര്യങ്ങളിലേക്ക് കടക്കാം. അതിൽ ആദ്യം തന്നെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, ചിലർക്ക് ഫേസ്ബുക്ക് ആണ് വളരെ കംഫർട്ടബിൾ ആയുള്ള ഒരു സ്പേസ്, ചിലർക്ക് യൂട്യൂബ് ആണ്. അതുപോലെ ഒരുപാട് ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയുള്ള സ്പേസ് ആണ് ഇൻസ്റ്റാഗ്രാം. ലേൺവൈസിൽ നടക്കുന്ന ഓരോ ഹാപ്പനിങ്സും എന്ത് നടന്നാലും നിങ്ങൾക്ക് അത് ഇൻസ്റ്റാഗ്രാമിലൂടെ അറിയാൻ സാധിക്കും. അതിപ്പം ലേൺവൈസിൽ യൂട്യൂബിൽ ഒരു ലെക്ചർ പോയിട്ടുണ്ടെങ്കിൽ, ഒരു വീഡിയോ പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അത് ഇൻസ്റ്റാഗ്രാമിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ സ്റ്റോറി കാണാൻ സാധിക്കും. ഇനി മുൻപ് പോയിട്ടുള്ള സെയിം കോണ്ടന്റ്, ഇപ്പൊ കൊമേഴ്സിന്റെ ഒരു വീഡിയോ ലൈവ് പോയിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ, ആ സ്റ്റോറി നിങ്ങൾ കണ്ട് നിങ്ങൾ പിന്നെ ചെന്നെത്തുന്നത് ഓരോരോ ഹൈലൈറ്റ്സിലാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇമേജ് കാണാൻ പറ്റും. NIOS, ഇവന്റ്സ്, ടേം ആൻഡ് എക്സാമിനേഷൻ, കോൺവൊക്കേഷൻ, PYQU എന്ന് പറഞ്ഞ് വ്യത്യസ്ത ഹൈലൈറ്റ്സ് അവിടെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഹൈലൈറ്റ്സ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ കണ്ട വീഡിയോവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ഈസിലി കണ്ടെത്താൻ പറ്റും. കോൺവൊക്കേഷനെ പറ്റി കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹൈലൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായി റിലേറ്റ് ചെയ്തിട്ട് ലേൺവൈസിൽ അല്ലെ ഇൻസ്റ്റാഗ്രാമിൽ മുമ്പ് പോയിട്ടുള്ള വീഡിയോസ് കാണാൻ പറ്റും. അത് ഇൻസ്റ്റാഗ്രാമിന്റെ ഒരു യുണീക്ക് ഫീച്ചർ ആയിട്ട് പറയാം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ യൂട്യൂബിലായാലും ശരി, സൂമിൽ പോകുന്ന സെഷൻസ് ആയാലും ശരി, മറ്റു കോഴ്സുകളെ പറ്റി അറിയുന്നതിനായിട്ടും എല്ലാം തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാം. അത് കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻസ്റ്റാഗ്രാമിലെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയാണ്. അതായത് ഇൻസ്റ്റാഗ്രാമിന്റെ കമ്മ്യൂണിറ്റി എന്ന ഓപ്ഷനിൽ നമുക്ക് ലേൺവൈസ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ ഈ ലേൺവൈസ് കമ്മ്യൂണിറ്റി എന്ന ചാനലിൽ ജോയിൻ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള, ഇനിയിപ്പോൾ നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറ്റുന്നതിനായിട്ടും കുറെ കൂടെ എഡ്യൂക്കേഷനിലേക്ക് വരുന്നതിനും അല്ലെ കുറെ കൂടെ ഫോക്കസ്ഡ് ആയിട്ട് എന്ത് ചെയ്യുമ്പോഴും, വർക്ക് ആയാലും ശരി, കുറെ ആൾക്കാർ, ഒരുപാട് ലേണേഴ്സ് ഇതിൽ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ വർക്ക് ആയാലും സ്റ്റഡീസ് ആയാലും കുറെ കൂടെ ഫോക്കസ്ഡ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റി എല്ലാം തന്നെയുള്ള വ്യത്യസ്ത കാര്യങ്ങൾ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് ഷെയർ ചെയ്ത് പോകുന്ന ഒരു ചാനലാണ് ഇൻസ്റ്റാഗ്രാമിലെ നമ്മുടെ ലേൺവൈസ് കമ്മ്യൂണിറ്റി. അപ്പൊ ഇതില് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുമ്പോൾ ആരെങ്കിലും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുള്ള എല്ലാവരും ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് ഓരോ അപ്ഡേറ്റ്സ്, നിങ്ങൾ ചിലപ്പം റീൽസ് കാണുന്നതിനായിട്ട് കയറിയതാണെങ്കിൽ പോലും ഒരു അപ്ഡേറ്റ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാനും
അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കാനും നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇൻസ്റ്റാഗ്രാം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ലേൺവൈസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമല്ല എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ലേൺവൈസ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. ലേൺവൈസ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുന്നതോടുകൂടി തന്നെ ഈ പറഞ്ഞ കരിയർ, അതുപോലെ ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ ലൈഫ് സ്റ്റൈൽ ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഫോക്കസ്ഡ് ആവാനുള്ള, നമുക്ക് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റഡീസിലായാലും വർക്കിലായാലും പെർഫോം ചെയ്യാനുള്ള ടിപ്സും ട്രിക്സും എല്ലാം തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഈ ഒരു ഇടത്ത് നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും, ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. മൂവിങ് ഓൺ, യൂട്യൂബ്. ലേൺവൈസിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അറിയാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ലേൺവൈസിനെ കാണുന്ന ഒരിടമായിട്ട് നമുക്ക് യൂട്യൂബിനെ എടുക്കാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലെക്ചേഴ്സ്, അപ്ഡേറ്റ്സ്, ക്വിസ്, മറ്റ് ഫോർമൽ ആൻഡ് ഇൻഫോർമൽ സെഷൻസ് എല്ലാം ലേൺവൈസ് അവരുടെ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലേണേഴ്സിലേക്ക് എത്തിക്കുന്നത് യൂട്യൂബ് ത്രൂ തന്നെയാണ്. അപ്പം ഈ ഒരു യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ്, ലേൺവൈസിൽ ഇനി എന്തെങ്കിലും ഹാപ്പനിങ്സ് ഉണ്ടെങ്കിൽ അതറിയാം. അതിന്റെയൊക്കെ ഏറ്റവും കംപ്ലീറ്റഡ് ആയിട്ടുള്ള വേർഷൻ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇപ്പൊ ഇതിൽ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിന്റെ ഒരു പോർഷൻ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ കാണാൻ പറ്റുക. അപ്പൊ അത് കണ്ടിട്ട് നിങ്ങൾ എത്തുന്നത് അൾട്ടിമേറ്റ്ലി യൂട്യൂബിലേക്ക് തന്നെയായിരിക്കും മിക്കപ്പോഴും. അപ്പൊ ഏതൊരു അപ്ഡേറ്റ് വന്നാലും, ഏതൊരു പുതിയ കോണ്ടന്റ് നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ടെങ്കിലും, ഇനി പുതിയ ഏതെങ്കിലും ഇനീഷ്യേറ്റീവ്സ് നമ്മൾ കൊണ്ടുവരികയാണ്. ഇപ്പൊ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്നുള്ള ഒരു ഇനീഷ്യേറ്റീവ് ഏറ്റവും ആദ്യം നമ്മൾ ലേണേഴ്സിലേക്ക് എത്തിച്ചിട്ടുള്ളത് യൂട്യൂബിൽ വന്നിട്ടാണ്. അപ്പൊ അതുപോലെ ഏത് ഇനീഷ്യേറ്റീവ്സ് ആണെങ്കിലും എല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്ന, നമ്മൾ ഏറ്റവും കൂടുതൽ വിസിബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ്. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ ലേൺവൈസ് ഡിഗ്രി PG എന്ന ഈ ഒരു ചാനൽ 1 മില്യൺ അടിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാവിധ സന്തോഷവും അതുപോലെ തന്നെ നന്ദി ഞാൻ അറിയിച്ചുകൊണ്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഇതിലേക്ക് വരുമ്പം ഇതിൽ ഒരുപാട് പ്ലേലിസ്റ്റുകൾ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെ ഇതിലുള്ളൂ എന്ന് വേണമെങ്കിൽ പറയാം ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ. അപ്പൊ അതിൽ നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു 7-8 പ്ലേലിസ്റ്റുകൾ ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്നതായിരിക്കും. വേണ്ടവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഒരു ഇഗ്നോ ലേണർ എന്നുള്ള നിലയ്ക്ക്, അതുപോലെ ലേൺവൈസിലെ ഒരു ലേണർ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരുന്നാൽ മറ്റേതൊരു ലേണറെക്കാളിലും നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്ന കുറഞ്ഞ പ്ലേലിസ്റ്റുകളാണ് ഞാനിപ്പോൾ പറയുന്നത്. പ്ലേലിസ്റ്റുകളാണെങ്കിൽ 100-നടുപ്പിച്ച് പ്ലേലിസ്റ്റ് ഉണ്ട് ശരിക്കും, പക്ഷേ 100-ലേറെ പ്ലേലിസ്റ്റ് ഉണ്ട്. പക്ഷേ ഏറ്റവും യൂസ്ഫുൾ ആവുന്ന കുറഞ്ഞ പ്ലേലിസ്റ്റുകൾ, എല്ലാവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന കുറഞ്ഞ പ്ലേലിസ്റ്റുകളാണ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓരോന്നായിട്ട് നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. ആദ്യത്തത് ഇഗ്നോ അവയർനെസ് ആണ്. അപ്പൊ ഇഗ്നോവിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവാൻ സാധ്യതയുള്ള സംശയങ്ങൾ, അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന കുറഞ്ഞ അപ്ഡേറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആസ് എ ലേണർ നിങ്ങൾ ഇഗ്നോയിൽ അറിഞ്ഞിരിക്കേണ്ട പുതുതായിട്ട് വരുന്ന മാറ്റങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. അതുപോലെ രണ്ടാമത് വരുന്ന പ്ലേലിസ്റ്റ് ഇഗ്നോ യാത്രയാണ്. ഇത് ശരിക്കും എക്സാം എഴുതാൻ പോകുന്ന നിങ്ങളെല്ലാവരും തന്നെ സെമസ്റ്റർ വൈസ് ആണെങ്കിലും ശരി, ഇയർ വൈസ് ആണെങ്കിലും ശരി, ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതേണ്ടതുണ്ട് അല്ലേ? അപ്പൊ ഈ ടേം ആൻഡ് എക്സാമിനേഷൻ എഴുതാൻ പോകുന്ന ഓരോരുത്തർക്കും കിട്ടുന്ന സ്റ്റഡി സെന്റർ അല്ലെ എക്സാം സെന്റർ എവിടെയാണെന്നും, അതുപോലെ അവിടേക്ക് എങ്ങനെ എത്തിപ്പെടണമെന്നും, ആ എത്തിപ്പെടുന്ന ഇടത്ത് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമുണ്ടോ, അല്ലെ എത്തുന്നതിനായിട്ട് നമുക്ക് ബസ് സർവീസ് ഉണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ട് നമ്മൾ നേരിടുമോ, അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ എത്താൻ പറ്റുന്ന സെന്റേഴ്സ് ഏതൊക്കെയാണ്, നമ്മൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഏത് എക്സാം സെന്ററിൽ നിന്ന് എഴുതണം എന്നുള്ളത്, അതുപോലെ ഏത് സ്റ്റഡി സെന്റർ ചൂസ് ചെയ്യണം എന്നൊക്കെയുള്ള നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെ എന്തടിസ്ഥാനത്തിൽ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു കൾമിനേഷനാണ് ഈ കാണുന്ന ഒരു പ്ലേലിസ്റ്റ്. ഏകദേശം 40-നടുത്തുള്ള സ്റ്റഡി സെന്റേഴ്സിൽ പോയി എങ്ങനെ പോവാം, അവിടുത്തെ സൗകര്യങ്ങൾ, കൊടുക്കുന്ന പേപ്പറുകളെ പറ്റി പോലും നമ്മൾ ഈ വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കേരളത്തിന്റെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ സ്റ്റഡി സെന്റേഴ്സും നമ്മൾ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അതിന്റെ തന്നെ വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഫോമാണ് ഷോർട്സ് ഇഗ്നോ യാത്ര. അപ്പം ഇത് കംപ്ലീറ്റ് വീഡിയോ 5, 10, 15, 20 എന്നുള്ള പല ഡ്യൂറേഷനിലായിട്ടുണ്ടെങ്കിലും അതിന്റെ ഒക്കെ തന്നെ ഒരു 1 മിനിറ്റ് വീഡിയോ ആണ് നിങ്ങൾക്ക് ഷോർട്സ് ഇഗ്നോ യാത്രയിൽ കാണാൻ സാധിക്കുക. ഇനി വരുന്നത് ഹ്യൂമൻസ് ഓഫ് ലേൺവൈസ് ആണ്. ഇത് ഓരോ ലേണർക്കും വളരെയധികം കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെഷനാണ്. നിങ്ങളിപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ തന്നെ താണ്ടി വന്ന് ലേൺവൈസ് ജോയിൻ ചെയ്ത് ലേൺവൈസിനോടൊപ്പം അവരുടെ ആ ഒരു ഡ്രീം കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവരുടെ എക്സ്പീരിയൻസും അല്ലെ ആ ഡ്രീമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കണ്ടിന്യൂ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഹ്യൂമൻസ് ഓഫ് ലേൺവൈസ് കാണാൻ സാധിക്കുക. അതിൽ അതിൽ പലരുടെയും സ്റ്റോറീസ് നിങ്ങൾക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾ ഓരോരുത്തർക്കും. ആൻഡ് അതിനെ എങ്ങനെ അവരെ ഓവർകം ചെയ്തു, ഇഗ്നോ ആയിക്കൊള്ളട്ടെ ലേൺവൈസ് ആയിക്കൊള്ളട്ടെ, അവരുടെ ലൈഫിനെ എങ്ങനെ മാറ്റി എന്നുള്ള കാര്യങ്ങളും
എത്രത്തോളം ഇൻസ്ട്രുമെന്റൽ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങൾക്ക് ഇതിലെ വ്യത്യസ്ത സെഷൻസിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. അപ്പൊ ഹ്യൂമൻസ് ഓഫ് ലേൺവൈസ് എന്നുള്ളത് നിങ്ങൾക്ക് ഒരുപാട് വ്യത്യസ്ത എക്സ്പീരിയൻസ് നൽകുന്ന, നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്ലേലിസ്റ്റ് ആണ്. താല്പര്യമുള്ളവർ എന്തായാലും പോയി കാണുക. അടുത്തത് എക്സാമിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന ഒരു പ്ലേലിസ്റ്റ് ആണ്. എക്സാം അടുക്കുമ്പം പലരും ഒരു ഗ്യാപ്പിന് ശേഷം വന്നതുകൊണ്ടൊക്കെ തന്നെ ടെൻസ്ഡ് ആവുക. ഇനിയിപ്പോ ഗ്യാപ്പിന് ശേഷമല്ല, കണ്ടിന്യൂസ്ലി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തന്നെയും പരീക്ഷ എന്നുള്ളത് പലപ്പോഴും ഒരു ടെൻഷൻ, ഒരു റീസൺ ആണ്. അപ്പൊ ആ ടെൻഷൻ ഒഴിവാക്കുന്നതിനായിട്ട്, നിങ്ങളുടെ എക്സാമിന്റെ എക്സ്പീരിയൻസ് ഒന്നുകൂടെ എൻഹാൻസ് ചെയ്യുന്നതിനായിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നതിനായിട്ടും ലേൺവൈസ് നൽകി വരുന്ന ഒരു യൂണീക് ഫീച്ചറാണ് ഇഗ്നോ ഫോക്കസ് 3.0 എന്ന് ഒരു പ്ലേലിസ്റ്റിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. അപ്പോൾ ഓരോ പരീക്ഷ എടുക്കുമ്പോഴും മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് അതിന് ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്, ആ ഏരിയ കൂടുതൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടും അവിടുത്തെ ക്വസ്റ്റ്യൻസ് കൂടുതൽ പരിചയപ്പെടുത്തിക്കൊണ്ട് എവിടെ കൂടുതലായിട്ട് പഠിക്കണം, എവിടെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ വിശദമായി ഡിസ്കസ് ചെയ്യുന്ന സെഷൻസ് ആണിത്. കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് എത്രയും പെട്ടെന്ന് പ്ലേലിസ്റ്റിലേക്ക് പോവുക. ഇനി ഇതിനിടയിൽ എല്ലാവരും ഫോണിൽ നോക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ലേൺവൈസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ സെഷൻ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഈ കോണ്ടന്റ് ഒക്കെ വളരെ യുണീക്ക് ആയിട്ട് മാത്രം നിങ്ങൾക്ക് കിട്ടുന്ന ഒന്നാണ്. അത് സമയാസമയം ലഭിക്കുന്നതിനായിട്ട് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും മിസ്സാവുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുവരുത്താം. സോ എക്സാം സംബന്ധിച്ച് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ആണ് ഇഗ്നോ ഫോക്കസ്. അതിപ്പോ അടുത്ത എക്സാം ആകുമ്പോൾ അത് 4.0 ആയിട്ട് വരും. ഇപ്പം കഴിഞ്ഞ എക്സാമിന്റെ ആണ് ഈ 3.0. നെക്സ്റ്റ് വരുന്നത് ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ പ്ലേലിസ്റ്റ് ആണ്. അപ്പൊ ഇതിൽ തന്നെ നമുക്കറിയാം സെഷൻ തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന നമ്പറിന്ന് കുറച്ച് നമ്പർ ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് ഈ നടന്ന കാര്യങ്ങൾ പല കാരണത്താലാണ്, പലരും ജീവിതത്തിൽ അത്രയും ഒരു സമയം എടുത്തിട്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇല്ലാത്ത സമയം ഉണ്ടാക്കിയിട്ടൊക്കെ ആയിരിക്കും പലപ്പോഴും സ്റ്റഡീസിലേക്ക് എല്ലാം തന്നെ പോകുന്നത്. അപ്പൊ ലേണേഴ്സിനെ സംബന്ധിച്ച് ഇത് മിസ്സാവുക എന്നുള്ളത് നമുക്ക് ആസ് ലേൺവൈസിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒന്നും മിസ്സാവുന്നില്ല എന്ന് ഉറപ്പിക്കുന്ന ഒരു പ്ലേലിസ്റ്റ് ആണ് ഈ ഓറിയന്റേഷൻ പ്രോഗ്രാമിന്റെ പ്ലേലിസ്റ്റ്. അപ്പൊ നിങ്ങൾക്ക് OP 9.0 ഉള്ള ഏതൊരു സെഷനും നിങ്ങൾക്ക് വീണ്ടും റീവാച്ച് ചെയ്യുന്നതിനായിട്ട്, നിങ്ങൾക്ക് മിസ്സായിടത്തുനിന്ന് വീണ്ടും കാണുന്നതിനായിട്ടുള്ള ഒരു ഓപ്ഷനാണ് OP 9.0. അപ്പം എല്ലാവരും ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയമുണ്ടെങ്കിൽ മൊത്തം സെഷൻ തന്നെ കാണുക, അല്ലെങ്കിൽ അതിനായിട്ട് സമയം ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. അതാകുമ്പോൾ കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. അതേ സ്ഥാനത്ത് എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു പ്ലേലിസ്റ്റിൽ നിന്ന് ഓറിയന്റേഷൻ്റെ ഓരോ സെഷൻസും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് വീണ്ടും റീവാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നൗ കമ്മിങ് ടു ആർ ഇനീഷ്യേറ്റീവ്, അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവുകളിലൊന്നാണ് EP 2.0, ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം 2.0. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ലാംഗ്വേജ് എന്നുള്ളത് ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ അത് എൻഹാൻസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ ലേണേഴ്സിലേക്ക് എത്തിച്ച ഒരു ഫീച്ചറായിരുന്നു വ്യത്യസ്ത ടാസ്കുകൾ നൽകിക്കൊണ്ട് ഒരു ഡെയിലി ടാസ്ക് എല്ലാ ദിവസവും നൽകുകയും അതിൻ്റെ കൂടെ തന്നെ ആ വീക്കെൻഡിൽ അതിന്റെ തന്നെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടുള്ള ലൈവ് സെഷൻ കണ്ടക്ട് ചെയ്യുകയും ചെയ്യുന്നതിലൂടെ ഇംഗ്ലീഷിന്റെ പ്രൊഫഷ്യൻസി ഇംപ്രൂവ് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി നടത്തി വന്നൊരു ഇനിഷ്യേറ്റീവ് ആണ്. അതിന്റെ 2.0യുടെ ഗ്രാൻഡ് ഫിനാലെ ഒക്കെ തന്നെ വൈകാതെ നടക്കുന്നതായിരിക്കും. സോ അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് അത്രയും പെട്ടെന്ന് പ്ലേലിസ്റ്റിലേക്ക് എത്തുക. ഇനി നേരത്തെ ഇഗ്നുവിനെ പറ്റി അറിയേണ്ട കാര്യങ്ങൾ, A to Z കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന പ്ലേലിസ്റ്റ് പരിചയപ്പെടുത്തിയിരുന്നു. അതുപോലെ ലേൺവൈസിനെ പറ്റി നിങ്ങൾക്ക് ഇനി കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലോ അല്ലെങ്കിൽ എന്തറിയണം എന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിന് വേണ്ടി ലേൺവൈസിനെ റെഫർ ചെയ്യണം എന്നുണ്ടെങ്കിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേലിസ്റ്റ് ആണ് ലേൺവൈസിനെ കുറിച്ച് അറിയേണ്ടതല്ല. നിങ്ങൾക്ക് ലേൺവൈസിന്റെ A to Z കാര്യങ്ങൾ അറിയാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഇഗ്നു ലേൺവൈസും തമ്മിലുള്ള എത്രത്തോളം ലേൺവൈസ് നൽകുന്ന ഓരോ മെറ്റീരിയലും ഇഗ്നു എക്സാംസിന് എത്രത്തോളം ഹെൽപ്ഫുൾ ആണെന്നും ഓരോ കോണ്ടന്റ് എത്രത്തോളം സ്ട്രക്ചേർഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ വീഡിയോസ് കാണുന്നതിലൂടെ ആപ്പ് യൂസ് ചെയ്യുന്നതിന്റെ ഫീച്ചേഴ്സിന്റെയും അതുപോലെ മറ്റ് പ്ലാറ്റ്ഫോംസിന്റെയും എല്ലാം തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഈ പ്ലേലിസ്റ്റ് വഴി ലഭിക്കുന്നതാണ്. അപ്പൊ ഈ പ്ലേലിസ്റ്റുകളോടൊപ്പം തന്നെ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്, ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ പോയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പം ഇതിൽ ലേൺവൈസ് ഡിഗ്രി PG എന്നുള്ള നമ്മുടെ ചാനലാണ് കാണുന്നത്. പ്ലേലിസ്റ്റുകൾ ഒരുപാടുണ്ട്, ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ അതിൽ നിങ്ങൾ എന്തായാലും പോകേണ്ടുന്ന 2-3 പ്ലേലിസ്റ്റുകൾ കൂടെ, ഒന്ന് എന്താണ് ലേൺവൈസിനെ കുറിച്ച് അറിയേണ്ടതെല്ലാം എന്നുള്ള പ്ലേലിസ്റ്റ് ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിൽ എത്ര വീഡിയോസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ഓരോരോ
ഏരിയാസ് ടച്ച് ചെയ്ത് പോകുന്ന വീഡിയോസ് ആണ്. ചിലത് വളരെ ഷോർട്ടാണ്, ചിലത് കുറച്ച് ലെങ്ത് ഉണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് ലേൺവേഴ്സിനെ പറ്റി അറിയുന്നതിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി പരീക്ഷ എടുക്കുമ്പം ഒന്നും കൂടെ നിങ്ങളെ ചില്ലാക്കുന്നതിനായിട്ടും അതുപോലെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ തന്നെ ഒഴിവാക്കുന്നതിനായിട്ട് നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്തു വരുന്ന കുറച്ച് സെഷൻസ് ആണ് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റുക. ഇനി ഓരോരോ ഇവന്റ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടാവും എന്ന് പറഞ്ഞിരുന്നു. അതും സംബന്ധിച്ചും ഇതുപോലത്തെ സെഷൻസ് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ആയിട്ട്, ഇതിപ്പോ വിമൻസ് ഡേയുടെ ഒരു പ്ലേലിസ്റ്റ് ആണ്. സോ അതിൽ നടന്ന സെഷൻസും അതിലെ പാനൽ ഡിസ്കഷനും മറ്റ് മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയുള്ള സെഷൻസും എല്ലാം തന്നെ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഹാപ്പിനെസ് അംബാസഡർ എന്നുള്ള നമ്മുടെ ഒരു ഇനീഷ്യേറ്റീവിന്റെ സെഷൻസ് ആണ്. അപ്പൊ ഇങ്ങനെ ഒരുപാട് സെഷൻസ് നിങ്ങൾക്ക് എന്തറിയണമെങ്കിലും അതിന്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ഈ ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അത് പറഞ്ഞുകൊണ്ട് മൂവിങ് ഓൺ. ഫേസ്ബുക്ക് പ്രൊഫൈൽ. ഇൻസ്റ്റാഗ്രാം പോലെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മറ്റൊരു സ്പേസ് ആണ് ഫേസ്ബുക്ക്. ഫേസ്ബുക്കിൽ നമ്മുടെ അക്കൗണ്ട് എന്നുള്ളത് വെരിഫൈഡ് ആയിട്ടുള്ള ഒന്നാണ്. ലേൺവൈസിൽ നടക്കുന്ന എല്ലാത്തിന്റെയും ഇൻസ്റ്റഗ്രാം പോലെ തന്നെ ഒരു അപ്ഡേറ്റ് ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഫേസ്ബുക്കിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനുമുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫോളോയും ലൈക്കും ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. അങ്ങനെയാണെങ്കിൽ ഫേസ്ബുക്ക് അത്യാവശ്യം യൂസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് മിസ്സാവാൻ പോകുന്നില്ല. ഇനി വരുന്നത് വളരെ പ്രധാനപ്പെട്ട, വളരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ എല്ലാവരും ദൈനംദിന ജീവിതത്തിൽ ഒരുപാട് യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെ ലേൺവൈസിന്റെ പ്രസൻസിനെ പറ്റിയാണ്. വിച്ച് ഈസ് ഒബ്വിയസ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റും വാട്സാപ്പ് ആണ്. ഇതിലെ 100% ആൾക്കാർ എനിക്ക് തോന്നുന്നു വാട്സാപ്പ് യൂസ് ചെയ്യുന്നവരായിരിക്കും. അല്ല, ഒരു 99.9% എന്തായാലും വാട്സാപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവും. സോ വാട്സാപ്പ് യൂസ് ചെയ്യുമ്പം ലേൺവൈസിന്റെ വാട്സാപ്പ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഇപ്പൊ ഇന്നൊരു അപ്ഡേറ്റ് വന്നു, നിങ്ങൾ പാതിരാത്രിയാണ് വന്നെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ കണ്ടെന്ന് വരില്ല. നെക്സ്റ്റ് ഡേ ആകുമ്പോൾ നിങ്ങൾ എന്തായാലും ആദ്യം തുറക്കുന്ന, രാവിലെ തന്നെ നിങ്ങൾ തുറക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ആദ്യം വരുന്ന വാട്സപ്പ് തന്നെയാണ്. അപ്പോൾ വാട്സപ്പ് ചാനലിൽ, ലേൺവൈസിന്റെ വാട്സപ്പ് ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും വന്നിരിക്കുന്ന അപ്ഡേറ്റ് ഏതാണ്. ആൻഡ് ഈ ചാനലിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ലിങ്കും, അതായത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്ലാസ്സസിന്റെ അല്ലെ സെഷൻസിന്റെ ലിങ്കും അപ്ഡേറ്റിന്റെ ലിങ്കും കാര്യങ്ങളും മാത്രമേ ഇതിൽ വരുള്ളൂ. അതല്ലാതെ അൺനെസറി ആയിട്ടുള്ള ഒരു മെസ്സേജ് ഇതിൽ വരുന്നില്ല. ഡിസ്കഷനുള്ള ഒരു സ്പേസിനേക്കാളും അപ്ഡേറ്റ്സ് അറിയുന്നതിനുള്ള ഒരു സ്പേസ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാൻ പറ്റില്ല ലേൺവൈസിൽ എന്ത് വന്നു എന്നുള്ളത് ജസ്റ്റ് കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്തൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് നമ്മുടെ ലേൺവൈസ് വാട്സാപ്പ് ചാനൽ എന്നുള്ളത്. സോ അതിൽ ജോയിൻ ചെയ്യുക. വളരെ പെട്ടെന്നാണ് നമുക്ക് ഇപ്പം 4.5K സബ്സ്ക്രൈബേഴ്സ് ഒക്കെ അല്ലെ ഫോളോവേഴ്സ് ഒക്കെ ആയിട്ടുള്ളത്. സോ അതിൽ എന്തായാലും എല്ലാ ലേണേഴ്സും വാട്സാപ്പ് ചാനലിൽ, ലേൺവൈസ് വാട്സാപ്പ് ചാനലിൽ ഫോളോ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക. വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്ന, എന്നും യൂസ് ചെയ്യുന്ന ഉറപ്പുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് വാട്സാപ്പ്. അതിൽ വരുന്ന അപ്ഡേറ്റ്സ് നിങ്ങൾ മിസ്സാവാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. അതുകൊണ്ട് എന്തായാലും ഫോളോ ചെയ്യുക. പരമാവധി ഫ്രണ്ട്സിലേക്കും, കാരണം അവർക്കും ജോയിൻ ചെയ്യാം, അവർക്കും അപ്ഡേറ്റ്സ് അറിയുന്നതിന് ഈ ഒരു ചാനൽ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതോടുകൂടി നമ്മുടെ പ്ലാറ്റ്ഫോംസ് റിലേറ്റഡ് ആയിട്ടുള്ള വാട്സപ്പിൽ എങ്ങനെ ജോയിൻ ചെയ്യാ? അതിന്റെ ലിങ്ക് നമുക്ക് ഇതിൽ തന്നെ കാണാൻ പറ്റും. ഐ മീൻ നമ്മുടെ ഓരോ ലേൺവൈസിന്റെ ഓരോ യൂട്യൂബ് സെഷന്റെ താഴെയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കാണാൻ പറ്റും. ഓൾസോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മെന്റേഴ്സിനോടും SSCസിനോടും ചോദിക്കാം, അവരും അത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അത് ലേൺവൈസിന്റെ എനിക്ക് തോന്നുന്നു എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്ന SSCസും മെന്റേഴ്സും ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക. ആൻഡ് കമ്മിങ് ടു ദി എൻഡ്, നമ്മളപ്പോൾ അതിലെ വ്യത്യസ്ത പ്ലാറ്റ്ഫോംസിനെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. അതിലെ ഫീച്ചേഴ്സിനെ പറ്റി നമ്മൾ സംസാരിച്ചു. ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ കണ്ടു. യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലേലിസ്റ്റുകൾ കണ്ടു. അതിൽ നിർബന്ധമായിട്ട് കാണേണ്ട പ്ലേലിസ്റ്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻസ്റ്റഗ്രാമിലേക്ക് വരുമ്പോൾ അപ്ഡേറ്റ്സ് എങ്ങനെ എടുക്കണം, അതുപോലെ കോഴ്സിലെ മറ്റ് ഫീച്ചേഴ്സും മെറ്റീരിയൽസും എത്രത്തോളം നിങ്ങൾക്ക് ആപ്റ്റ് ആണ്, അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ റേസർ വളരെ ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പം അതോടുകൂടി എനിക്ക് തോന്നുന്നു നമ്മുടെ ലേണിംഗ് ഇത്ര എളുപ്പമാക്കുന്ന ഈ ഫീച്ചേഴ്സ് ഒക്കെ തന്നെ കുറച്ച് സമയം എടുക്കേണ്ടി വരുമായിരിക്കും ചിലർക്ക്. പക്ഷെ എന്നിരുന്നാലും ആ സമയം എടുത്തുകൊണ്ട് തന്നെ മനസ്സിലാക്കി മുന്നോട്ട് വരിക, അല്ലെങ്കിൽ ആ ഒരു ഫീച്ചേഴ്സ് എല്ലാം ഒരുപോലെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു മൊമെന്റിൽ പറയാനുള്ളത്. കാരണം ചിലർക്ക്
ചിലരെങ്കിലും ഇപ്പം വീട്ടിലെടുക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഒരു പക്ഷേ ടെക്നോളജിയോട് ചെറിയൊരു പേടി പോലെ എനിക്ക് തോന്നാറുണ്ട്. പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എല്ലാം അറിയാം, എന്നിരുന്നാലും ഓരോന്ന് ചെയ്യുന്നതിന് മുമ്പ് അമ്മ വന്ന് ചോദിക്കും, ഇതിങ്ങനെയാണോ, ഇതിങ്ങനെയാണോ. അപ്പം ആ ചോദ്യം ഒരുപക്ഷെ കുറച്ച് കഴിഞ്ഞാൽ മാറുന്നു കരുതെങ്കിലും, പക്ഷെ അമ്മ ഇപ്പോഴും എല്ലാത്തിനും ചോദിക്കാറുണ്ട്. അപ്പൊ ചോദിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം ഒരിക്കലും ഇല്ല. പക്ഷെ ആ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്ത് നിങ്ങൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി ഒരിക്കൽ ചെയ്താൽ പിന്നീട് ചെയ്യുന്നതിനുള്ള ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാന്നുള്ളത് നന്നായിരിക്കും. കാരണം നാടോടുമ്പം നെടുകയോടെന്നുള്ളത് തന്നെയാണ്. സോ ടെക്നോളജി എന്നുള്ളത് നമുക്ക് ഇന്ന് മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. ആൻഡ് വളരെ എളുപ്പത്തിൽ എങ്ങനെ എന്ത് ചെയ്യാമെന്നുള്ളതിന് ഇവിടെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ഇപ്പം വീട്ടിൽ തന്നെയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഓരോരുത്തരുടെയും പാർട്ട്നേഴ്സ് ചിലപ്പം അതിന് ഏബിൾ ആയിരിക്കും, അല്ലെങ്കിൽ മക്കൾ ഉണ്ടാവാം, അല്ലെങ്കിൽ അച്ഛനോ അമ്മയോ ഒരു പക്ഷേ കുറച്ചുകൂടെ ഇതിൽ വെൽവേഴ്സ് ആയിട്ടുള്ളവരുണ്ടാവും. അപ്പൊ എങ്ങനെയാണെങ്കിലും ടെക്നോളജിയുമായിട്ട് യൂസ് ടു ആവുക. ഈ പ്ലാറ്റ്ഫോംസ് എല്ലാം തന്നെ ഈ ഒരാഴ്ച അല്ല 2 ആഴ്ചക്കുള്ളിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഇല്ലാത്തവർ തുടങ്ങുക, നന്നായിരിക്കും. ഫേസ്ബുക്ക് നിങ്ങൾക്ക് അക്കൗണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ തുടങ്ങാവുന്നതാണ്. എനിക്കൊന്നും പക്ഷെ ഫേസ്ബുക്ക് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവേണ്ടതാണ്. വാട്സാപ്പ് എന്തായാലും ഉണ്ടാവും, അതിൽ ജോയിൻ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു കാര്യം ഉറപ്പുവരുത്തുക നമ്മുടെ ലേൺവൈസ് വാട്സാപ്പ് ചാനലിൽ. ആൻഡ് ടെക്നോളജി എത്രത്തോളം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ലേണിംഗുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലായിക്കൊള്ളട്ടെ, മറ്റ് കോണ്ടന്റ് ആക്സസ് ചെയ്യുന്നതിനും ക്രിയേറ്റ് ചെയ്യുന്നതിനും അസൈൻമെന്റ് ഒക്കെ ഉണ്ടാക്കുന്നതിനായിട്ട് തന്നെ സാർ പറഞ്ഞ പോലെ നിങ്ങളുടെ ഐഡിയാസ് കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പൊ ഐഡിയാസ് നിങ്ങൾ ചിന്തിക്കേണ്ടി വരും, പക്ഷേ അത് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടെല്ലാം തന്നെ തരാൻ പറ്റുന്ന ടെക്നോളജി നിലവിലുണ്ട്. അപ്പം ടെക്നോളജിയോടുള്ള ആ ഒരു അതുപോലെ ടെക്നോളജി നിങ്ങളെ ഈ ക്യാപ്ഷൻ കാണിക്കുന്ന പോലെ തന്നെ ആൾക്കാരെ ഒരുമിപ്പിക്കുന്നതിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. സോ പണ്ടാണെങ്കിൽ ഇതുപോലെ ഒരു 300 ആൾ ഒരുമിച്ച് കൂടണം എന്നുണ്ടെങ്കിൽ വലിയ പ്ലാനിങ് ആവശ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഒരു ലിങ്കിന്റെ പുറത്ത് നിങ്ങൾക്ക് എത്ര നേരം വേണമെങ്കിലും എത്ര ആളോട് വേണമെങ്കിലും മീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. സോ ലേൺവൈസിൽ ഒരുപാട് ഇവന്റ്സ് വരാനുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരാനുള്ള ഇവന്റ്സ് ആണ്. ആ ഇവന്റ്സിലെല്ലാം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. ബിക്കോസ് ചിലർക്ക് ചില ഇവന്റ്സ് കേൾക്കുമ്പോൾ അതിൽ ഒരു ഫെമിലിയർ അല്ലാത്ത ഇവന്റ്സ് ഉണ്ടായെന്ന് വരും. പക്ഷെ കയറിയിട്ട് നോക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് പാട്ട് പാടാനും അതുപോലെ നിങ്ങളുടെ മറ്റ് കഴിവുകൾ ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നതിനായിട്ടും, ഇനിയിപ്പം ഒരുപാട് സംസാരിക്കുന്ന സാഹചര്യമാണെങ്കിൽ അല്ലെ സംസാരിക്കാൻ കഴിവുള്ളവരാണെങ്കിൽ അതിനുള്ള എസ്സേ, അതുപോലെ സ്പീച്ച്, അതുപോലെ ഒരുപാട് ഇവന്റ്സ് നിങ്ങൾക്ക് പല മൊമെന്റ്സിലായിട്ട് അല്ലെ പല ഡേ അനുബന്ധിച്ചൊക്കെ തന്നെ പല ഇവന്റ്സ് അനുബന്ധിച്ച് ഓരോരോ ഓപ്പർച്യൂണിറ്റി വരും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതുപോലെ അത് പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. ഒരു വിർച്വൽ യൂണിവേഴ്സിറ്റി പോലെ തന്നെയാണ് ലേൺവൈസ് പ്രവർത്തിച്ചു വരുന്നത്. അക്കാഡമിക്സിനോടൊപ്പം തന്നെ കോ കരിക്കുലർ ആക്ടിവിറ്റീസിനും അതുപോലെ നോൺ അക്കാഡമിക് ആക്ടിവിറ്റീസിനും കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇവന്റ്സും ലേൺവൈസിൽ നടക്കാറുണ്ട്. സോ ബി എ പാർട്ട് ഓഫ് ഓൾ ദീസ്, എന്നിട്ട് ലേണിംഗ് കുറച്ചുകൂടെ എൻജോയബിൾ ആക്കി നമുക്ക് മുന്നോട്ട് പോകാന്നുള്ളതാണ്. സോ നെക്സ്റ്റ് സെഷൻ, നാളെ ഉള്ളൊരു പ്രധാനപ്പെട്ട സെഷൻ, നിങ്ങൾക്ക് ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ള നമ്മുടെ ഒരുപാട് ലേണേഴ്സ് ഉണ്ട്. അപ്പൊ അലുമിനി പരിചയപ്പെടുക, അലുമിനി അവരുടെ കഥകൾ അല്ലെങ്കിൽ അവരുടെ നിലവിലെ സാഹചര്യം അല്ലെങ്കിൽ നിലവിൽ അവരെന്താണ്, അതുപോലെ ലേൺവൈസ് അവർ എത്രത്തോളം ഹെൽപ്പ് ചെയ്തു, ഇഗ്നു അവർക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളെ പറ്റി എല്ലാം തന്നെ വളരെ വിശദമായി സംസാരിക്കുന്നതായിരിക്കും. സോ ടേക്ക് പാർട്ട് ചെയ്യുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ എവിടെയാണെന്ന് അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ എനിക്കൊന്നു യാത്ര എപ്പോഴും എളുപ്പമാണ്. സോ ആ ഒരു ധാരണ കിട്ടുന്നതിനായിട്ട് ഈ പറഞ്ഞ ഹ്യൂമൻസ് ഓഫ് ലേൺവൈസ് പോലുള്ള പ്ലേലിസ്റ്റുകളും ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ അലുമിനി സക്സസ് സ്റ്റോറീസും എല്ലാം തന്നെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഓക്കെ, സോ ഇത്രയുമാണ് ഫ്രം മൈ പാർട്ട്. ഇനി നിങ്ങൾക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. സോ ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. താങ്ക്സ് ഫോർ ജോയിനിങ്. ആൻഡ് ലേൺവൈസിലെ ഓരോ ലേണേഴ്സിനും പരമാവധി ഉപയോഗിക്കാനുള്ള ഓരോരോ കോണ്ടന്റിന്റെ കാര്യത്തിലായാലും ഇവന്റ്സിന്റെ കാര്യത്തിലായാലും എല്ലാം തന്നെ ലേൺവൈസ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ മാക്സിമം യൂസ് ചെയ്യുക. ആൻഡ് ഹാപ്പി ലേണിംഗ്. താങ്ക് യു. താങ്ക് യു അഭയ് സാർ. അപ്പോ നമുക്കിനി ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. നിങ്ങൾ മുമ്പത്തെ ഓറിയന്റേഷൻ സെഷൻസ് എല്ലാം നിങ്ങൾ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും.
ഓരോ സെഷൻസ് കഴിയുമ്പോഴും നമുക്ക് ഓരോ ആക്ഷൻ ടാസ്ക്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സെഷനും നമുക്ക് ഇതുപോലെ ഒരു ആക്ഷൻ ടാസ്ക് ഉണ്ട്. നമുക്ക് അത് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. സെഷൻ 4 ഉണ്ട് ആക്ഷൻ ടാസ്ക് എന്താണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് എൻഗേജ് വിത്ത് ലേൺ വൈസ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. അഭയ് സാറും റഹീസ് സാറും കൂടെ നമ്മുടെ ലേൺ വൈസ് പ്ലാറ്റ്ഫോംസിനെ പറ്റിയിട്ട് ഒരു ക്ലിയർ ഐഡിയ നമ്മുടെ ഇപ്പൊ വന്നിരിക്കുന്ന എല്ലാവർക്കും പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ആക്സസ് ചെയ്യുക, മൊബൈൽ ത്രൂ എങ്ങനെ ആക്സസ് ചെയ്യുക, അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ നമ്മൾ എങ്ങനെ ആക്സസ് ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഒരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ തന്നെ ഈ രണ്ട് ഫാക്കൽറ്റീസും നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ദാറ്റ് വി നീഡ് ടു സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ. അപ്പൊ നമ്മുടെ ലേൺ വൈസിന്റെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ജോയിൻ ദ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനൽ. ഈ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ചാനലിന്റെ ലിങ്ക് നിങ്ങളുടെ SSCസും നിങ്ങളുടെ മെന്റേഴ്സും നിങ്ങൾക്ക് ഇന്റിമേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. ഇത് ചെയ്യുന്നത് വഴി നമ്മുടെ ലേൺ വൈസിലെ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ അപ്ഡേറ്റ്സ് വരുന്നുണ്ടോ അതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അവൈലബിൾ ആയിരിക്കും. സോ ദാറ്റ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് എവറി കണ്ടന്റ് ഓഫ് ദിസ്. ഓക്കെ, എല്ലാ കണ്ടന്റിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലിയർ കട്ട് ഐഡിയ നിങ്ങൾക്ക് ഇതുവഴി ഉണ്ടാവും. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് യൂട്യൂബ് എക്സ്പ്ലോറേഷൻ ആണ്. സോ യു നീഡ് ടു ഗോ ത്രൂ ദ യൂട്യൂബ് ചാനൽ. ഒരു നമ്മുടെ ലേൺ വൈസിന്റെ യൂട്യൂബ് ചാനലിൽ പോയിട്ട് ഇപ്പൊ സാർ കുറെ പ്ലേലിസ്റ്റ് കാണിച്ചു തന്നിട്ട് നമ്മുടെ അടുത്ത് പറഞ്ഞു ഇത് ഈ ഇന്ന പ്ലേലിസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിരിക്കും, ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ റെലവെന്റ് ആണ്, അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആണ് എന്നുള്ള കുറച്ച് യൂട്യൂബ് ചാനലിനെ പ്ലേലിസ്റ്റിനെ ഒക്കെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിൽ നിന്ന് നിങ്ങൾ ഒരു 3 പ്ലേലിസ്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് അത് നിങ്ങളുടെ സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളതാവാം അല്ലെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ളതാവാം. എനിവേ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ ഓരോ പ്ലേലിസ്റ്റിൽ നിന്ന് നിങ്ങൾ കണ്ട് ആ പ്ലേലിസ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാം. ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ആ പ്ലേലിസ്റ്റ് എന്തിനെ പറ്റിയാണ് അഡ്രസ് ചെയ്യുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ അടുത്തത് എന്ന് പറയുന്നത് ഇൻസ്റ്റഗ്രാം എൻഗേജ്മെന്റ് ആണ്. ഇൻസ്റ്റഗ്രാം എൻഗേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിനെ ബ്രൗസ് ചെയ്ത് അവിടെ നമ്മൾ ഹൈലൈറ്റ്സ് കാണും. ഓക്കെ, ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. നമ്മുടെ ഇൻസ്റ്റഗ്രാമിന്റെ പേജ് എടുക്കുമ്പോഴത്തേനും അവിടെ റൗണ്ട് ഷേപ്പിൽ കുറെ ഹൈലൈറ്റ്സ് കാണുന്നുണ്ടാവും. സാറ് കമ്മ്യൂണിറ്റി ഒക്കെ കാണിച്ചു തന്നില്ലായിരുന്നോ? അപ്പൊ അതുപോലെയുള്ള കുറച്ച് ഹൈലൈറ്റ്സ് ഉണ്ട്. ആ ഹൈലൈറ്റ്സിലെ 3 സ്റ്റോറീസ്, അതിലെ ആ 3 ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ അറ്റൻഷൻ ക്യാച്ച് ചെയ്യുന്നത് എന്താണോ ആ പോസ്റ്റുകൾ പോയിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കമന്റ്സ് ചെയ്യണമെങ്കിൽ അത് കമന്റും കൂടെ ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ദാറ്റ് യു ഗൈസ് വിൽ ബി ഇന്റഗ്രേറ്റിംഗ് ഇൻ ടു അവർ കമ്മ്യൂണിറ്റി. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത്. സെക്കൻഡ് ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് ഡീപ് ഡൈവ് ഇൻ ടു ലേൺ വൈസ് ആപ്പ് ഫെമിലിയറൈസേഷൻ. ഇപ്പൊ മോസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മുടെ ലേൺ വൈസ് ആപ്പ്. ആൻഡ്രോയിഡ് ആയാലും iOS ഡിവൈസ് ആയാലും ഈ ആപ്പിനെ നിങ്ങൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. എന്തൊക്കെയാണ് അതിലെ കോണ്ടന്റ്സ് എന്ന് നിങ്ങൾ കുറച്ചും കൂടെ അറിയുക. നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ബെയർ ഐഡിയ ആയിരിക്കും ഉണ്ടാവുക, നിങ്ങളുടെ മെന്റേഴ്സ് പറഞ്ഞു തന്ന ഒരു ഐഡിയ. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ അതിന്റെ ആപ്പിലെ കണ്ടന്റ്സ് എന്തൊക്കെയാണ്, എന്തിനാണ് അത് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ വഴി മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ അതിനെ മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. അതുപോലെ തന്നെ കോഴ്സ് കണ്ടന്റ് റിവ്യൂ. നമ്മുടെ പർച്ചേസ്ഡ് കോഴ്സിൽ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേയ്മെന്റ് അടച്ച് കോഴ്സ് പർച്ചേസ് ചെയ്തിട്ടുള്ളവരായിരിക്കും. നിങ്ങൾ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് എടുത്തിട്ട് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ BCA കോഴ്സസ്, ഡിഗ്രി കോഴ്സസിലാണ് എന്നുണ്ടെങ്കിൽ വാല്യൂ ആഡഡ് നോട്ട്സ് ആയിരിക്കും. അല്ലാതെ നമ്മുടെ PG സ്റ്റുഡൻസിനാണ് എന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ബുക്ക് ആയിരിക്കും നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഏതെങ്കിലും സ്റ്റഡി മെറ്റീരിയലിനെ പറ്റിയിട്ട് നിങ്ങളൊന്ന് റിവ്യൂ ചെയ്യുക. അതായത് നിങ്ങൾ ആ കണ്ടന്റ്സ് ഒന്ന് എടുത്ത് നോക്കുക. നിങ്ങൾ ആക്ച്വലി ഇപ്പൊ ചെയ്യുന്നുണ്ട്. സോ വി ആർ മേക്കിംഗ് യു ഗൈസ് ടു ഡു ദാറ്റ് അഗെയിൻ. ഓക്കെ, അത്രയുമാണ് ഇന്നത്തെ 2 ആക്ഷൻ ടാസ്ക്. ഈ ആക്ഷൻ ടാസ്കിന്റെ PDF-ഉം നിങ്ങളുടെ മെന്റേഴ്സും SSCസും നിങ്ങൾക്ക് ഈ ഒരു സെഷൻ കഴിഞ്ഞാൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു സെഷനിൽ നമുക്ക് പറയാനുണ്ടായിരുന്നത്. സെഷൻ 4 നാവിഗേറ്റിംഗ് ദ ലേൺ വൈസ് പ്ലാറ്റ്ഫോം. അപ്പോൾ ഈ ഒരു സെഷന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്ത് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്ത് ഫ്രം നമ്മുടെ 7:30 സ്റ്റാർട്ട് ചെയ്ത ആ ഒരു പ്രോഗ്രാം ഇത്രയും നേരം പേഷ്യന്റ്ലി ലിസൺ ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഫ്രം ദ ലേൺ വൈസ് ടീം പറയുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾ അഡ്രസ് ചെയ്ത് സംസാരിച്ച റെയ് സാറിനും അഭയ് സാറിനും അതുപോലെ തന്നെ ഈ ഒരു സെഷൻ കോർഡിനേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള വർഷ, അമീറ തുടങ്ങിയ SSCസിനും അതുപോലെ തന്നെ ഷംന എന്ന് പറയുന്ന മാമിനും എല്ലാവർക്കും ഒരു വലിയ താങ്ക്സ് പറയുന്നു. ഓക്കെ, താങ്ക് യു ഗൈസ് ഫോർ ജോയിനിങ്. ഹാപ്പി ലേണിംഗ് വിത്ത് ലേൺ വൈസ്.